നമസ്കാരം. ഇഫക്ട് ന്യൂസിലെ ഇവർക്കും സ്വാഗതം. വനപ്രദേശത്തെ മാധ്യമപ്രവർത്തനം അത്യന്തം റിസ്കിയും അതോടൊപ്പം തന്നെ വെല്ലുവിളികൾ നേരിടുന്നതുമായ ഒന്നാണ്. നമുക്കറിയാവുന്നൊരു കാര്യമുണ്ട്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ വന്യജീവികളുടെ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഒരു മാധ്യമപ്രവർത്തകൻ മരണപ്പെടുന്ന ഒരു സംഭവം ഉണ്ടാകേണ്ടായി. വളരെ ദാരുണമായ ഒരു സംഭവം ഉണ്ടാകേണ്ടായി. പിന്നെ ഇപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് കാണുന്ന ഒരു വസ്തുതയാണ് ലൈവ്. അതായത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പല കാരണങ്ങളാൽ നമുക്ക് വന്യജീവികളെ മാറ്റേണ്ട സാഹചര്യം വരുമ്പോൾ അതിൻ്റെ ഒരു ലൈവ് ടെലികാസ്റ്റിൻ്റെ ഭാഗമായുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം നിലവിൽ ഒരു പ്രോട്ടോകോൾ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈ വിഷയം സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും കഴിഞ്ഞ വർഷം 2024 ഓഗസ്റ്റ് മാസത്തിൽ വനപ്രദേശത്തെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാധ്യമ കമ്മിറ്റി ഉണ്ടാക്കുകയും ചെയ്തു. സർക്കാർ ഉത്തരവുണ്ടാകുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ അധ്യക്ഷനായ ആ കമ്മിറ്റിക്കകത്ത് അദ്ദേഹം അടക്കം 7 അംഗങ്ങളാണ് ഉള്ളത്. ഈ മാധ്യമ കമ്മിറ്റി 2024 സെപ്റ്റംബർ മാസത്തിൽ യോഗം കൂടുകയും ആ യോഗത്തിലെ നിർദ്ദേശമായി ഉയർന്നു വന്നത് എല്ലാ ജില്ലകളിലും സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഒരു മീറ്റിംഗ് കൂടിയതിന് ശേഷം ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് മീറ്റിംഗിൽ ഉണ്ടാകുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രോട്ടോകോൾ രൂപീകരിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ വനപ്രദേശത്തെ മാധ്യമപ്രവർത്തനവുമായി ബന്ധപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ മീറ്റിംഗാണിത്. അപ്പോൾ സ്വാഭാവികമായിട്ടും വനപ്രദേശത്തെ മാധ്യമപ്രവർത്തനം ഉണ്ടാകുമ്പോൾ അവിടുത്തെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ളത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരുമാണ്. അപ്പോൾ മാധ്യമപ്രവർത്തകരെയും വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയുമാണ് ഇന്നത്തെ ഈ പ്രോഗ്രാമിലേക്ക് നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. മാധ്യമപ്രവർത്തകർ അത്യാവശ്യം അവർ വളരെ തിരക്കുള്ള വ്യക്തികളായതിനാൽ തന്നെ കൃത്യമായൊരു കൺഫർമേഷൻ പലർക്കും തരാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് നമുക്ക് എല്ലാ സ്ഥാപനങ്ങളെയും വിളിച്ച എല്ലാ സ്ഥാപനങ്ങളെയും റെപ്രസെൻ്റ് ചെയ്തിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് HRD വിഭാഗത്തിൻ്റെ കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ആയിട്ടുള്ള ശ്രീ DK വിനോദ് കുമാർ IFS അവർകളാണ്. ഞാൻ ശ്രീ DK വിനോദ് കുമാർ IFS അവർകളെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററും IT സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗങ്ങളുടെ മേധാവിയുമായുള്ള ബഹുമാനപ്പെട്ട ഡോക്ടർ P. പുകഴന്തി IFS അവർകളാണ്. സാറിനെ ഞാൻ വളരെ ബഹുമാന പുരസ്സരം ഈ ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൻ്റെ തലവനുമായുള്ള ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ IFS അവർകളാണ്. സാറിനെ ഞാൻ ഈ ശില്പശാലയിലേക്ക് ബഹുമാന പുരസ്സരം സ്വാഗതം ചെയ്യുന്നു. ഈ യോഗത്തിൽ ആശംസ അറിയിക്കുന്നതും അതോടൊപ്പം തന്നെ ഇതിനെ തുടർന്നുള്ള ഗ്രൂപ്പ് ചർച്ചയിൽ മോഡറേറ്റ് ആയിട്ടുള്ളതും ബഹുമാനപ്പെട്ട ABP സർക്കിളിൻ്റെ തലവനായുള്ള ശ്രീ KN ശ്യാമോഹൻലാൽ സാർ IFS അവർകളാണ്. സാറിനെ ഞാൻ ആദരപൂർവ്വം ഈ ശില്പശാലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ശില്പശാലയിൽ വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുന്നതിന് എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ ബാലൻ മാധവൻ, അദ്ദേഹം വളരെ പ്രശസ്തനായ വലിയ ഫോട്ടോഗ്രാഫറും മീഡിയ കമ്മിറ്റി അംഗവുമാണ്. അതുപോലെ തന്നെ മാതൃഭൂമിയിലെ ശ്രീ ജയപ്രകാശ്, അദ്ദേഹത്തെയും ഈ ശില്പശാലയിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട തിരുവനന്തപുരം DFO ശ്രീ ഷാനവാസ് IFS അവർകൾ, അതോടൊപ്പം തിരുവനന്തപുരം വൈൽഡ് ലൈഫ് വാർഡൻ ശ്രീ SV വിനോദ്, അതോടൊപ്പം തിരുവനന്തപുരം ഡിവിഷനിലെയും തിരുവനന്തപുരം വൈൽഡ് ലൈഫിലെയും അതുപോലെ സോഷ്യൽ ഫോറസ്റ്റിലെയും മറ്റ് വിഭാഗത്തെയും പ്രതിനിധീകരിച്ച് എത്തിച്ചേർന്നിരിക്കുന്ന പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ സ്വാഭാവികമായിട്ടും ഈ ചടങ്ങിൽ നിർബന്ധമായിട്ടും പങ്കെടുക്കേണ്ട ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. മാധ്യമ സ്ഥാപനങ്ങളെ പ്രതികരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ബഹുമാനിരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഈ ശില്പശാലയുടെ അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട ശ്രീ DK വിനോദ് കുമാർ IFS അവർകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്, സോഷ്യൽ ഫോറസ്ട്രി, IT,
ഫിനാൻസ് ബഡ്ജറ്റ് ആൻഡ് ഓഡിറ്റ് ഡോക്ടർ പി പുഴേന്തി IFS അവർകൾ, ബഹുമാനപ്പെട്ട ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ആൻഡ് അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് പ്രമോദ് ജി കൃഷ്ണൻ IFS അവർകൾ, ABP ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്യാം മോഹൻലാൽ, സോഷ്യൽ ഫോറസ്ട്രി സൗത്ത് കൺസർവേറ്റർ ശ്രീ സുനിൽ ബാബു, ബാലേട്ടൻ, വനംവകുപ്പിലെയും മാധ്യമ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ളതും ആയ സുഹൃത്തുക്കൾ, കുട്ടികൾ, HRDയിലെ സ്റ്റാഫ്, ഞാൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നത് ഒരു കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ്. വനം വന്യജീവി സംരക്ഷണം ഇതിലേക്കായിട്ട് സർക്കാർ സംവിധാനത്തിൽ ഒരേ ഒരു വകുപ്പ് മാത്രമേ ഉള്ളൂ. അത് വനംവകുപ്പ് മാത്രമേ ജോലി ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പലപ്പോഴും നമ്മുടെ പ്രവർത്തനങ്ങൾ ജനഹിതത്തിനെതിരാണെന്നുള്ള ഒരു തോന്നൽ ഇടയാക്കാറുണ്ട്. പല വാർത്തകളും തുടങ്ങുന്നത് ജനങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ഒരു വകുപ്പാണ് വനം വകുപ്പ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ്. അത് വനസംരക്ഷണത്തിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ അങ്ങനെ തന്നെ വരത്തുള്ളൂ. ബിക്കോസ് ഈ കോ എക്സിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മിഥ്യയായിട്ട് തന്നെ തുടരുന്ന ഒരു കാര്യമാണ്. സോ വി ആർ ദ ഓൺലി ഡിപ്പാർട്ട്മെന്റ് ഹു ആർ ഡൂയിങ് ദിസ് ആൻഡ് ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു ഡു ദിസ്. സോ ഇറ്റ് വിൽ ഓൾവേസ് ബ്രിങ് us ദിസ് നെഗറ്റീവ് ഇമേജ്. രണ്ടാമത് പറയാനുള്ളത്, എസ്പെഷ്യലി മീഡിയ സുഹൃത്തുക്കളോട്, 3 കാര്യങ്ങളാണ് നമുക്ക് ഈ വനസംരക്ഷണത്തിനും വന്യജീവി സംരക്ഷണത്തിനും എതിരായിട്ട് നിൽക്കുന്നത്, അല്ലെ ഒരു നെഗറ്റീവ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ ഉതകുന്നത്. മിസ്ഇൻഫർമേഷൻ, ഡിസ്ഇൻഫർമേഷൻ, പിന്നെ ഇൻഫർമേഷൻ ഇല്ലാതെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഞാൻ എല്ലാത്തിനും ഒരു ഉദാഹരണം പറയാം. മിസ്ഇൻഫർമേഷന് ഒരു എക്സലന്റ് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത്, കഴിഞ്ഞ 10 വർഷത്തെ മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ മരണപ്പെട്ട ജനങ്ങളുടെ എണ്ണം 900. ഇതിൽ ആദ്യം നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുന്ന ഇമേജ് ആനയുടെയും കടുവയുടെയും. പക്ഷേ ആ ഡാറ്റ എടുത്ത് നോക്കുമ്പോൾ ഇതിൽ 75% പാമ്പ് കടിയേറ്റ് മരിച്ചവരുടെയാണ്. എക്സലന്റ് കേസ് ഓഫ് മിസ്ഇൻഫർമേഷൻ. സെക്കൻഡ്, ഡിസ്ഇൻഫർമേഷനാണ്. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ, കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ മിഷൻ ഫുഡ് ഫോഡർ വാട്ടറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഒരു പോണ്ട് വൃത്തിയാക്കിയ ഒരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ ലെപ്പേർഡ് വന്ന് വെള്ളം കുടിക്കുന്നതാണ്. പിറ്റേ ദിവസം യൂട്യൂബിൽ ഒരു വാർത്താ ചാനലിന്റെ വാർത്തയുടെ പാർട്ടായിട്ട് വന്നിരിക്കുന്നത് ജനവാസ മേഖലയിൽ പുലി ഇറങ്ങിയെന്ന് പറഞ്ഞിട്ട് ഇതേ വീഡിയോ. എഗെയിൻ ഡിസ്ഇൻഫർമേഷൻ ക്യാമ്പയിൻ. തേർഡ്, ഈ പ്രത്യേകിച്ച് അറിവില്ലാത്തത് കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന പല മിസ്റ്റേക്കുകൾ ഞാൻ എടുത്ത് പറയുന്നില്ല. So this all creates a negative image which is unwarranted for the forest department and especially towards forest and wildlife conservation. So we have been wanting to interact with you. ഇതൊന്ന് സെൻസിറ്റൈസ് ചെയ്യണമെന്നുള്ളത് വളരെ കാലമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ആവശ്യമാണ്. യെസ്, ചില ഇഷ്യൂസ് which has to be corrected from our side that we are ready to do it. പക്ഷെ അല്ലാത്ത കേസുകളിൽ ഒരു ബിംബവൽക്കരണം നടത്താതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു അപേക്ഷ എപ്പോഴും. സോ നല്ല റിപ്പോർട്ടിങ്ങും നല്ല പ്രവർത്തനത്തിലൂടെയും വനവും അതുപോലെ വന്യജീവി സംരക്ഷണവും നടത്തുന്നതിൽ, അതുപോലെ ജനങ്ങൾക്ക് വന്യജീവി മനുഷ്യ സംഘർഷത്തിൽ നിന്നും നല്ലൊരു പരിധി വരെ പ്രശ്നങ്ങളിലൊക്കെയുള്ള പ്രവർത്തനങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിലും നമുക്ക് ഭാവിയിലേക്ക് മുന്നേറാം. സോ വിത്ത് ദീസ് വേർഡ്സ് ഐ കൺക്ലൂഡ്. താങ്ക് യു. ഈ ശില്പശാല ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ, ഫിനാൻസ് ബഡ്ജറ്റ്, ഓഡിറ്റ്, IT സോഷ്യൽ ഫോറസ്റ്റ് വിഭാഗങ്ങളുടെ തലവനായ ഡോക്ടർ പി പുഴേന്തി IFS അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട
Pramod Krishnan, Jam Mohanlal, Vinod Kumar, Saju, Sunil, and friends from media, സഹപ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം. അധ്യക്ഷ പ്രാസംഗികൻ I think he went straight to the point, hard hitting ആയിട്ട്. അപ്പോൾ നമുക്ക് will cool down a bit. കുറച്ച് കാര്യങ്ങൾ I just wanted to share with you. Basically it's a very important occasion വനംവകുപ്പിനെ സംബന്ധിച്ച്. ഈ ജില്ലയിൽ മാത്രമല്ല എല്ലാ ജില്ലകളിലും ഇതുപോലെയുള്ള കൂടിക്കാഴ്ചകൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ എയിം എന്താണെന്ന് വെച്ചാൽ ഒരു പരസ്പരം ഉതകുന്ന രീതിയിൽ ഒരു നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് എത്തുക, കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള റിപ്പോർട്ടിംഗ് ആൻഡ് ദാറ്റ് ക്യാൻ ആക്ച്വലി ഇൻഫ്ലുവൻസ് ഓൺ പോളിസി മേക്കിംഗ്, ആ ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ള അതൊക്കെയാണ് എക്സ്പെക്ടേഷൻസ് ഫ്രം ദിസ് സെമിനാർ ആർ വർക്ക്ഷോപ്പ് വട്ട് എവർ വി കോൾ ഇറ്റ്. നമ്മുടെ കേരളം ട്രോപ്പിക്സിൻ്റെ അടുത്തുള്ളത് കൊണ്ട് നല്ല ഒരു ജൈവ വൈവിധ്യ കലവറയാണ്. നമ്മുടെ സ്റ്റേറ്റിൻ്റെ ഏകദേശം 30% എന്ന് പറയാം വനം ആണ്. അപ്പോൾ നമുക്ക് എല്ലാ തരത്തിലുമുള്ള വനങ്ങളുണ്ട്. സ്വാഭാവിക വനങ്ങളിൽ തന്നെ നിത്യഹരിത വനങ്ങൾ മുതൽ ഡെസിഡേഴ്സ് ഫോറസ്റ്റ് ഉണ്ട്, ഗ്രാസ് ലാൻഡ്സ് ഉണ്ട്, ഷോല ഫോറസ്റ്റ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇക്കോസിസ്റ്റം ഈസ് വെരി ഡൈവേഴ്സ് ഇൻ അവർ സ്റ്റേറ്റ്. ഇത് കൂടാതെ ഇതിൽ നമുക്ക് 78% നാച്ചുറൽ ഫോറസ്റ്റ് ആണ്, ഒരു 10-14% പ്ലാന്റേഷൻസും പിന്നെ കുറച്ച് ലീസ്റ്റ് ഏരിയയും അടങ്ങുന്നതാണ് നമ്മുടെ വനവിസ്തൃതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കൂടാതെ നമുക്കൊരു 1000-ഓളം ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സും ഉണ്ട്. ഒരു 725-ഓളം ട്രൈബൽ ഉന്നതികൾ തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഏകദേശം ഒരു 5 ലക്ഷത്തിലധികം ജനസംഖ്യ നമുക്ക് ഇൻസൈഡ് ആൻഡ് ഓൺ ദ ഫ്രിഞ്ചസ് ഓഫ് ഫോറസ്റ്റ് നമുക്കുണ്ട്. പിന്നെ നമുക്കറിയാം നമ്മുടെ വെരി ഹൈലി പോപ്പുലേഷൻ ഡെൻസിറ്റി ഉള്ള ഒരു സ്റ്റേറ്റാണ്, ജനസാന്ദ്രത കൂടുതലുള്ള ഒരു സംസ്ഥാനമാണ്. പിന്നെ നമ്മുടെ ഡെവലപ്മെൻറ്റ് ഇൻഡിസസും കൺസിസ്റ്റൻ്റ്ലി നമ്മൾ വി ടോപ്പ് ഇൻ ദി ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡിസസ് ഇൻ ദ കൺട്രി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൻ്റെ ഈ ഭൂമിയുടെ പേരിലുള്ള കോമ്പറ്റീഷൻ വളരെ കൂടുതലാണ്. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ കമ്പീറ്റിംഗ് ലാൻഡ് യൂസേഴ്സ് ആണ് നമ്മളിവിടെ അനുഭവപ്പെട്ടുകൊണ്ട് വരുന്നത്. ഏത് വികസന മോഡൽ വന്നാലും അവസാനം പ്രഷർ വരുന്നത് വനഭൂമിയുടെ പേരിലാണ്. അപ്പം ഇങ്ങനെയുള്ള ഒരു കോംപ്ലക്സിറ്റി ഉള്ള ഒരു എന്താ പറയുക ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ് ബയോഡൈവേഴ്സിറ്റി ഇൻ ദ സ്റ്റേറ്റ്. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി ജൈവ വൈവിധ്യം ഇങ്ങനെ കുറഞ്ഞു പോകുന്നു അല്ലെങ്കിൽ ഡിസ്ട്രോയ് ചെയ്ത് ഇങ്ങനെ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് എന്തുകൊണ്ടാണ് നമ്മളിങ്ങനെ വെപ്രാളപ്പെടേണ്ടിയിരിക്കുന്നത് എന്നുള്ളതും കൂടി ശകലം നമ്മളൊന്ന് തിരിഞ്ഞ് നോക്കേണ്ടതുണ്ട്. കുറേ ബില്യൺസ് ഓഫ് ഇയേഴ്സ്, ആൾമോസ്റ്റ് ഒരു 3.5 ബില്യൺ ഇയേഴ്സ് ആയിട്ട് നമുക്ക് എന്താ ഭൂമിയിലെ സ്പീഷീസ് ഹാവ് ബീൻ ലിവിങ്. അങ്ങനെ ജീവിച്ചിരുന്നതിൽ ഏകദേശം 95% ആൾറെഡി അന്യം നിന്ന് പോയി എന്നാണ് കണക്കുകൾ പറയുന്നത്. ഇപ്പോൾ ഒരു 5 മുതൽ 15 മില്യൺ സ്പീഷീസാണ് ഭൂമിയിൽ നിലനിൽക്കുന്നത് എന്നും പറയുന്നു. അപ്പോൾ സ്പീഷീസ് കം ആൻഡ് സ്പീഷീസ് ഗോ. അപ്പോൾ ഇതിൽ എന്തിനാണ് നമുക്ക് ഇത്രയും നമ്മളിതിനെക്കുറിച്ച് ബേജാറാവേണ്ട വല്ല കാര്യമുണ്ടോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഈ ജൈവ വൈവിധ്യം നശിച്ചു പോകുന്നതിൻ്റെ തോതും അതിൻ്റെ കാരണവുമാണ് നമുക്ക് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കണ്ണു തുറന്ന് കാണേണ്ടിയിരിക്കുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കുന്നത്. സോ പണ്ട് ക്രിട്ടേഷ്യസ് ഇറയിൽ ഈ ഡൈനസോർസ് ഒരു നാച്ചുറൽ കലാമിറ്റി വന്ന് മൊത്തം അടിച്ചു പോയി. അപ്പോൾ ആരെങ്കിലും വിചാരിച്ച് കാണുമോ ഡൈനസോർസൊക്കെ നമ്മൾ ജുറാസിക് പാർക്കൊക്കെ കണ്ടിട്ടുള്ളതല്ലേ, അപ്പോൾ ഇത്രയും വലിയ മൃഗം ഇല്ലാതായി പോകുമെന്ന് ആർക്കും ഒരു പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ലല്ലോ. എന്നാലും അത് അങ്ങനെ അന്യം നിന്ന് പോവുകയും ചെയ്തു. അതിനുശേഷം ബട്ട് ദാറ്റ് വാസ് ഡ്യൂ ടു സം നാച്ചുറൽ കലാമിറ്റി, സെലഷ്യൽ ഇവൻറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയമായിരുന്നു. പക്ഷെ ഇപ്പോൾ നോക്കുമ്പോൾ ഒറ്റ ഒരു സ്പീഷീസാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ബയോഡൈവേഴ്സിറ്റി ലോസിന് കാരണം എന്ന് പറയാതെ വേറെ ആരുമല്ല, ഹ്യൂമൻ സ്പീഷീസാണ്, നമ്മളാണ് എന്നുള്ളതാണ്. പിന്നെ പുതിയ സ്പീഷീസ് രൂപപ്പെട്ട് വരുന്നതിൻ്റെ ഏകദേശം 1000 times, more than 1000 times ആണ് എക്സ്റ്റിങ്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതെന്നും പറയുന്നു. അപ്പോൾ ദ റേറ്റ് ഓഫ് എക്സ്റ്റിങ്ഷൻ ആൻഡ് ദ റീസൺ ഫോർ എക്സ്റ്റിങ്ഷൻ ആർ very very good reasons that we should
റിയലി ഓപ്പൺ അവർ ഐസ് ടു ദിസ് കൈൻഡ് ഓഫ് എന്താ പറയുക ബയോഡൈവേഴ്സിറ്റി ലോസ്. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ കേരള വനം വകുപ്പിൻ്റെ പ്രത്യേകം എന്താണ് അതിൻ്റെ പൊസിഷനിങ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നിരവധി വെല്ലുവിളികളുണ്ട് നമ്മുടെ മുമ്പിൽ. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഈ നാച്ചുറൽ ഹാബിറ്ററ്റ്സിൻ്റെ ഫ്രാഗ്മെൻറ്റേഷൻ തന്നെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ 2 പ്രധാനപ്പെട്ട ഏരിയയിലാണ് നമ്മളിപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടിയിരിക്കുന്നത്. ഒന്ന്, നമ്മുടെ അവശേഷിച്ചിരിക്കുന്ന വനവിസ്തൃതി എങ്ങനെയെങ്കിലും ഒന്ന് സംരക്ഷിക്കാൻ പറ്റുമോ, ഇതിൻ്റെ ബൗണ്ടറി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്ത് നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ചാലഞ്ച്. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോൾ മനുഷ്യ വന്യജീവി സംഘർഷത്തിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വൈൽഡ് ലൈഫിൻ്റെ കോറിഡോർസ്, താരകൾ, സോ വാട്ട് ഹാപ്പൻ ടു ദം, അതെല്ലാം ഇങ്ങനെ എന്താ പറയുക ഫ്രാഗ്മെൻ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. സോ അതിനെ എങ്ങനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള വേറെ ഒരു വലിയൊരു ചാലഞ്ച് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ കാട്ടുതീ നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ചാലഞ്ചാണ്. ഇൻവേസീവ് സ്പീഷീസ്, നമ്മുടെ മഞ്ഞക്കൊന്ന പോലെയുള്ള അധിനിവേശ സസ്യങ്ങളുടെ എന്താ പറയുക, ഇറ്റ്സ് എ ഹ്യൂജ് ഇൻവേഷൻ ദാറ്റ് ഈസ് ഹാപ്പനിങ്. ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇതെല്ലാം നടക്കുന്നതെന്ന് വെച്ചാൽ പോലും ഇത് നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്ത തരത്തിലുള്ള ലെവലിലേക്ക് എത്തിയിരിക്കുകയാണ്. സോ വിച്ച് ഈസ് ഇൻഡയറക്ട്ലി അഫക്റ്റിംഗ് ദ വൈൽഡ് ലൈഫ് ഹാബിറ്ററ്റ്. അതിൽ നിന്നും ഒരു സ്പിൽ ഓവറായിട്ട് വരുന്ന ഈ സംഘർഷ അവസ്ഥ, ഇതെല്ലാം കൂടി ഇതിനകത്ത് വരികയാണ്. പിന്നെ പണ്ട് മുതൽ നമ്മൾ ഈ വനങ്ങളെ മാനേജ് ചെയ്തിരുന്നത് അല്ലെങ്കിൽ അഡ്മിനിസ്റ്റർ ചെയ്തിരുന്നതെന്ന് വെച്ചാൽ ഡയറക്റ്റ് ബെനിഫിറ്റ്സ് അതിൽ നിന്ന് കിട്ടുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാനേജ്മെൻറ്റ് ശൈലിയായിരുന്നു. അതിൽ നിന്നും ഇപ്പോൾ പാരിസ്ഥിതിക സേവനങ്ങൾ, അതിൻ്റെ ഇക്കോസിസ്റ്റം സർവീസസിന് വേണ്ടി നമ്മൾ അതിനെ വനങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട്, വനങ്ങളെ നമ്മൾ മാനേജ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ വലിയ തോതിൽ ഇക്കോ റെസ്റ്റോറേഷൻ എന്ന് പറയുന്ന സ്വാഭാവിക വനങ്ങളായിട്ട് പുനഃസ്ഥാപിക്കുന്ന ഒരു ദൗത്യത്തിലേക്ക് മാറിയിരിക്കുകയാണ്. പിന്നെ നേരത്തെ നമ്മൾ ഡിവിഷൻ, റേഞ്ച് എന്നുള്ള ആ രീതിയിലൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് ഇപ്പോൾ നമ്മൾ ഒരു ലാൻഡ്സ്കേപ്പ് ലെവലിലുള്ള ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലെ കുറേ അധികം ചാലഞ്ചസും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വേരിയിങ് ഫോക്കസ് ഏരിയാസുമാണ് ഇപ്പോൾ വനംവകുപ്പിൻ്റെ മുമ്പിലുള്ളത്. വൈ ഐ എം ടേക്കിംഗ് സോ മച്ച് ടൈം ഓൺ ദിസ് ഇസ്, ഈ ഒരു ക്യാൻവാസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതുകൊണ്ട്, അതായത് മീഡിയ സുഹൃത്തുക്കളും നമ്മളും തന്നെ, അപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ അധ്യക്ഷ പ്രാസംഗികൻ ഏകദേശം ഒരു തിയറി, എത്തിക്സ് ഓഫ് ജേർണലിസം അല്ലെങ്കിൽ മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെ പുള്ളിക്കാരൻ നേരിട്ട് പോയി. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, നിങ്ങളെല്ലാം അതിൽ ആൾറെഡി എക്സ്പേർട്സ് ആണ്. അപ്പോൾ അക്യൂറസി, അത് ഇൻഫർമേഷൻ ഇസ് ഉബിക്വിറ്റസ് എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ എല്ലാ സ്ഥലവും എവിടെ തിരിഞ്ഞ് നോക്കിയാലും ഇൻഫർമേഷനാണ്. ഇറ്റ്സ് എ വെരി ഫാസ്റ്റ് പേസ്ഡ് വേൾഡ്. അപ്പോൾ അതുകൊണ്ട് ഇൻഫർമേഷൻ ഒരു സ്ഥലത്തു നിന്നും വേറൊരു മൂലയിലേക്ക് എത്താൻ ഒറ്റ സെക്കൻഡ് മതി. പിന്നെ അത് വൈറലാവാൻ പിന്നെ അതിനേക്കാളും കൂടുതൽ 2-3 സെക്കൻഡ് മതി എന്ന് വേണമെങ്കിൽ വയ്ക്കാം. സോ ദാറ്റ്സ് എ കാൽക്കുലേഷൻ. അപ്പോൾ അങ്ങനെയാണ് ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് പേസ്ഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിൽ, ഒരു മീഡിയ അന്തരീക്ഷത്തിൽ നമ്മളൊരു ട്രൂത്ത്ഫുൾനെസ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഇൻഡിപെൻഡൻറ്റ് റിപ്പോർട്ടിംഗ് എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുക, ഒരു ഫെയർനെസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി എങ്ങനെയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അതായത് അങ്ങോട്ട് പറയുകയല്ല ഇങ്ങോട്ട് പറയേണ്ടതാണെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. അതായത് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇത്രയേ ഉള്ളൂ, ഒരു വശം മാത്രം പറയാതെ എല്ലാ വശങ്ങളും കൂടി കണ്ടുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് റിപ്പോർട്ടിംഗ്, ഒരു ബാലൻസ്ഡ് അപ്രോച്ച് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി പ്രശ്നങ്ങൾ സോൾവ് ആവും എന്നുള്ളതാണ്. അപ്പോൾ റിപ്പോർട്ടിംഗ് കുഡ് ബി കൈൻഡ് ഓഫ് റേസിങ് അവയർനെസ്, ഇറ്റ് ക്യാൻ ആക്ച്വലി ഇൻഫ്ലുവൻസ് പോളിസി മേക്കിംഗ്. അപ്പോൾ ആ രീതിയിലുള്ള പല റിപ്പോർട്ടിങ്സും നിങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ഫോസിൽ ഫ്യൂവലിനെതിരെ എന്താ പറയുക, ദ ഗാർഡിയൻ അവരൊക്കെ എടുത്ത എന്തുമാത്രം ശ്രമങ്ങളുണ്ട് എന്നുള്ളത് അറിയാം. ബ്രിങ്ങിങ് ലോട്ട് ഓഫ് ഫോക്കസ് ഓൺ ഫോസിൽ ഫ്യൂവൽ ആൻഡ് ദ ഇഷ്യൂസ് റിലേറ്റഡ് ടു ദാറ്റ്. ഇതുപോലെ ഇന്റർനാഷണൽ മാത്രമല്ല, നാഷണലും ഉണ്ട്. നമ്മുടെ ഡൊമസ്റ്റിക് ജേർണലിസം അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ കമേഴ്ഷ്യൽ പ്രഷേഴ്സും മറ്റതും ഇങ്ങനെ പലതും ഒക്കെ ഉണ്ടാവും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾ കാണുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡൊമൈൻ എക്സ്പെർട്ടൈസ് ഒരു വിഷയമായിട്ട് തന്നെ നിൽക്കുന്നു. ഫോർ എക്സാമ്പിൾ, വയനാട് ഒരിക്കലും ഞാൻ ഒരു ഫീൽഡ് വിസിറ്റിന് പോയ സമയത്ത് ഒരു ലൈവ് ടെലികാസ്റ്റ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. മൂവി വാൻ റോഡ് സൈഡിൽ നിർത്തിയിരിക്കുന്നു. ഒരു ചെറുപ്പക്കാരൻ, ഒരു റിപ്പോർട്ടർ ഇവിടെ ഇറങ്ങി മയക്കം പിടിച്ച് ക്യാമറയുടെ മുമ്പിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയാണ്. സീൻ ഇതാണ്:
ടാർ റോഡ്, വയനാട് നിറച്ച് ടാർ റോഡുകളാണ് നമുക്കറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ പക്ഷേ 2 വശവും കാടാണ്. അപ്പോൾ ഒരു ആന അപ്പുറത്ത് നിന്ന് ഇങ്ങനെ തീറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇറ്റ്സ് ഹാവിങ് ഇറ്റ്സ് മീൽ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് അദ്ദേഹം ലൈവ് ടെലികാസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ആന റോഡിൻ്റെ ആ സൈഡിൽ നിൽക്കുന്നു, ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുന്നു. എന്താ പറയുക, ഇതിൻ്റെ അപകടം മനസ്സിലാക്കാത്ത ജനങ്ങൾ ഇങ്ങനെ ഈ ടാർ റോഡിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഭയങ്കര ലൈവ് കമൻട്രി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം ഉണ്ടായി, ആന പതുക്കെ റോഡ് കടന്ന് ഇപ്പുറത്ത് പോയി തിന്നാൻ തുടങ്ങി, മറുവശം പോയിട്ട് തിന്നാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കമൻട്രി, ആന മുറിച്ച് കടന്നിരിക്കുന്നു, റോഡ് മുറിച്ച് കടന്നിരിക്കുന്നു, അപ്പുറത്ത് ചെന്നു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളമാണ്. സീ ലൈക്ക് ഇത് ഇപ്പോൾ എന്താ പറയുക, സ്പോർട്സിൽ ഇത് കൊള്ളാം അല്ലേ, റണ്ണിങ് കമൻട്രി. അപ്പോൾ മെസ്സിയുടെ കാലിനരികെ പന്ത് എത്തി, ഇപ്പോൾ ഗോളിൻ്റെ അടുത്തെത്തി, ഇതാ അടിച്ചു ഗോൾ എന്നൊക്കെ പറഞ്ഞ് അത് ഓക്കെ, ഇറ്റ് മേ ബി എ വെരി ഫിറ്റ് കേസ് ഫോർ സ്പോർട്സ് ജേർണലിസം, ബട്ട് ദിസ് ഇസ് നോട്ട് ഇറ്റ്. ഇറ്റ്സ് ആക്ച്വലി 2 വശവും ഫോറസ്റ്റ് ആണ്, റോഡാണ്. അപ്പോൾ ആന അപ്പുറത്ത് തിന്നുകൊണ്ടിരുന്നു, ഇപ്പോൾ അത് അവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങോട്ട് വന്ന് ഇപ്പുറത്ത് തിന്നു, ഇടയ്ക്ക് ടാർ റോഡല്ലേ. അപ്പോൾ ഇത് കണ്ടപ്പോൾ തോന്നി ഓക്കെ, അപ്പോൾ ഹീ ഈസ് ഡൂയിങ് ഇറ്റ് ഓവർ enthusiastically, ബട്ട് ഇറ്റ് മൈറ്റ് സെൻഡ് എ ഡിഫറെൻറ്റ് എന്താ പറയുക പിക്ചർ ടു ദ പീപ്പിൾ ഹു ആർ ലിസണിങ് ടു ഇറ്റ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ബേസിക്കലി ഇറ്റ്സ് എന്താ പറയുക, ഒരു ഡൊമൈൻ എക്സ്പെർട്ടീസ് ആൻഡ് ഒരു അവയർനെസ്സിൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഇത് പറയുമ്പോഴത്തേക്ക് ഈ ശില്പശാലയിൽ നിന്ന് നമുക്ക് എന്ത് വേണം എന്ന് നമ്മൾ ചോദിച്ചാൽ, ഒരു ഈ ട്രെയിനിങ് ആൻഡ് എക്സ്പോഷർ, ഫീൽഡ് വിസിറ്റ്സ് ആവാം, ഇങ്ങനെ സ്ഥിരമുള്ള കൂടിക്കാഴ്ചകളാവാം. അതുവഴി നമുക്കൊരു എന്താ പറയുക ഡൊമൈൻ നോളജ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ 2 വശവും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു. പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഓക്കുപേഷണൽ സേഫ്റ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ എന്തൊക്കെ വേണം, ഏത് രീതിയിലുള്ള ഫെസിലിറ്റേഷൻ നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടി വരും എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. വനം വകുപ്പും മീഡിയ ഹൗസസും തമ്മിലുള്ള ഒരു ഹാസൽ ഫ്രീ ചാനൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ നമുക്ക് എപ്പോഴും വേണ്ടതാണ്. അതെങ്ങനെ സ്ഥാപിക്കാം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇറ്റ്സ് എ ഫാസ്റ്റ് പേസ്ഡ് കമ്മ്യൂണിക്കേഷനാണ് ഇപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് ശരിക്കുള്ള കറക്റ്റ് ഇൻഫർമേഷൻ നമ്മൾ തന്നെയാണ്, അത് വനംവകുപ്പിൻ്റെ ബാധ്യതയാണ്. അങ്ങോട്ട് കൈമാറിയില്ലെങ്കിലാണ് മറ്റുള്ള രീതിയിലുള്ള വാർത്തകളും കാര്യങ്ങളും വന്നു തുടങ്ങുന്നത്. അപ്പോൾ എത്ര പെട്ടെന്ന് സമയത്ത് നമുക്ക് തന്നെ അങ്ങോട്ട് കറക്റ്റ് വേർഷൻ ഓഫ് ദ ഇൻഫർമേഷൻ കൊടുക്കാൻ സാധിക്കും എന്നുള്ളത് നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഹൗ ടൈംലി അപ്ഡേഷൻ ക്യാൻ ബി ഡൺ എന്നുള്ളതും കൂടി ഇതിനകത്ത് വരേണ്ടതുണ്ട്. പിന്നെ വനം വകുപ്പിന് തന്നെ ശരിക്കും പറഞ്ഞാൽ മര്യാദയ്ക്കുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ വിത്ത് മീഡിയ ഹൗസസ് ഡെവലപ്പ് ചെയ്യേണ്ടതുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതും ഇല്ല. നമുക്ക് വെപ്രാളമാണ്, അപ്പുറത്തും വെപ്രാളമാണ്. ഇപ്പോൾ അതെല്ലാം കൂടി ആകുമ്പോഴത്തേക്ക് ജനങ്ങൾ ആശയെങ്കിലും പരിഭ്രാന്തിയിലും ഒക്കെ ആയി പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹൗ ഡു വി ഡെവലപ്പ് ദാറ്റ് കൈൻഡ് ഓഫ് എ കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾ? അതിനെന്തെങ്കിലും ഒരു നോഡൽ ഓഫീസർ സംവിധാനവും പിന്നെ അങ്ങനെയുള്ള ഒരു മീഡിയ സെൽ, ഇതുപോലെയുള്ള കാര്യങ്ങൾ വേണമെന്നുള്ളത്. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ്, ഇൻകറക്റ്റ് ന്യൂസ് ഒക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ 2 വശവും കുറച്ച് മനസ്സ് കാണിക്കണം, അതിനൊന്ന് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളത്, അത് എങ്ങനെ ഒരു സ്ട്രീം ലൈൻ ചെയ്യാമെന്നുള്ളത്. ഇങ്ങനെയുള്ള പല രീതികളിലും നമ്മൾ ഈ ശില്പശാലയിൽ ഒന്ന് ചിന്തിക്കാൻ സാധിച്ചാൽ ഇറ്റ് ബി എ വെരി പോസിറ്റീവ് ആൻഡ് പ്രൊഡക്റ്റീവ് എന്താ പറയുക കൊളാബറേഷൻ ഇൻ ഫ്യൂച്ചർ. ഇപ്പോൾ ഇല്ലെന്നല്ല, ദർ ആർ വണ്ടർഫുൾ വെരി കോൺസെൻഷ്യസ്, വെരി റെസ്പോൺസിബിൾ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ ഹൗസസ് അവൈലബിൾ ഇൻ അവർ സ്റ്റേറ്റ്. വെറുതെ അല്ല, വിളിച്ച് ചോദിച്ച് പോസിറ്റിവിറ്റി ഉള്ള കാര്യങ്ങൾ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യങ്ങളും ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഒരു തിങ് ഈസ്, ഇതെല്ലാം മോസ്റ്റ്ലി ഇൻഡിവിജ്വൽ ഡ്രിവൻ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ സ്ട്രീം ലൈൻ ചെയ്ത് ഒരു സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് നമുക്ക് ആലോചിക്കാൻ സാധിച്ചാൽ വളരെ നന്നായിരിക്കും. ഇതിൽ ഞങ്ങൾ കൂടുതൽ സംസാരിക്കുന്നതിനേക്കാളും ദി അതർ പാർട്ട്നേഴ്സ് ഹു ആർ അസംബിൾഡ് ഹിയർ കുറേയധികം നിർദ്ദേശങ്ങൾ ഇങ്ങോട്ട് തരണം എന്നാണ് എനിക്ക് അപേക്ഷിക്കാൻ തോന്നുന്നത്. സോ അത് വെച്ച് നമുക്കൊരു ഒരു എന്താ പറയുക ഫ്രീ ആൻഡ് ഫെയർ ട്രാൻസാക്ഷൻ ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഐഡിയോളജീസ് ഇനി ഭാവിയിൽ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സോ ഐ വിഷ് ദിസ് വർക്ക്ഷോപ്പ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ഒഫീഷ്യലി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. ഐ വിഷ് ഈച്ച് ആൻഡ് എവറി വൺ ഓഫ് യു ഓൾ ദ വെരി ബെസ്റ്റ് ടുഡേ. താങ്ക് യു.
ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ കേരള ശ്രീ പ്രമോജി കൃഷ്ണൻ AFS അവരെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഗോവിന്ദി സർ, പ്രവർത്തകരെ, പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെ, ഏറെ സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു ശില്പശാല അല്ലെങ്കിൽ ഒരു നമ്മളൊന്ന് ഒത്തുചേരാനുള്ള ഒരു സാഹചര്യം ഭാഗികമായിട്ട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അതിലുപരിയായിട്ട് ഒരു കാര്യം കൂടെ ഉണ്ട്. അതായത് എന്താ പറയുക, ഒരു പരസ്പരം കുറച്ച് കാര്യങ്ങൾ സംവദിക്കുക എന്നുള്ള ഒരു വലിയ ആശയം കൂടെ കൂടി ഇതിൻ്റെ പുറത്തുള്ളത്. ഇവിടെ ഒരു തവണ കൊണ്ട് നിർത്തുന്നത് മാത്രമല്ല, മറിച്ച് സംസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള മാധ്യമപ്രവർത്തകരുമായിട്ടുള്ള ഒരു നിരന്തര സംവാദം അല്ലെങ്കിൽ നിരന്തര ചർച്ചകൾ, അറിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെക്കുക വളരെ സുപ്രധാനമാണെന്നുള്ളൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ നമുക്ക് അടുത്ത കാലത്ത് അറിയാം. ചുരുക്കി പറഞ്ഞ് വേറെ ഒന്നുമില്ല, സത്യാനന്തര കാലത്തെ മാധ്യമ പ്രവർത്തനത്തിൽ എങ്ങനെയാണ് നമ്മൾ പരസ്പരം ഇടപെടുക എന്നുള്ളൊരു ചോദ്യം മാത്രമാണ്. അപ്പോൾ സമയക്കുറവുള്ളതുകൊണ്ട്, കാരണം നമുക്ക് ഉച്ചവരെയുള്ള സമയം മാത്രമേ ഉള്ളൂ, കൂടുതലായിട്ടും നിങ്ങളിൽ നിന്നാണ് കേൾക്കേണ്ടത്. അപ്പോൾ അതിലേക്ക് ഒരു ചെറിയ കുറച്ച് കാര്യങ്ങൾ മാത്രം, വളരെ വിശദമായിട്ട് സംസാരിക്കേണ്ട ചില വിഷയങ്ങളുടെ ചെറിയൊരു കാര്യം മാത്രം. നമുക്ക് പാരമ്പര്യമായിട്ട് ഇന്ത്യൻ വനംവകുപ്പിൻ്റെ ഒരു ഉത്ഭവം തൊട്ട് 1864 ഇന്ത്യൻ വനംവകുപ്പ് രൂപീകരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് രൂപീകരിച്ചത് ഒരു യൂട്ടിലിറ്റേറിയൻ, ഒരു പ്രയോജനവാദപരമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയാണ്. സാഹിബിന് തടിവട്ടം തന്നെയാണ്. അതിൽ പിന്നീടാണ് അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഈ സംരക്ഷണം എന്നൊക്കെ ഉള്ള ഒരു ആശയം അടിച്ചേൽപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഒരു കൊളോണിയൽ കാലഘട്ടത്തിൽ രൂപപ്പെടുത്തിയെടുത്ത ഒരു ഭരണ നിർവഹണ വ്യവസ്ഥ ഒരു പരിധിവരെ എന്താ പറയുക ജനങ്ങളിൽ നിന്ന് വിച്ഛേദിച്ച് നിന്നിട്ടുള്ളൊരു വ്യവസ്ഥ ആയിരുന്നു. അത് എല്ലാ വകുപ്പുകളും അങ്ങനെ തന്നെയായിരുന്നു. വനവകുപ്പ് അതിൽ നിന്ന് വ്യത്യസ്തമൊന്നും ആയിരുന്നില്ല. അത് പിന്നീട് സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലെ മറ്റുള്ള വകുപ്പുകൾ നമ്മുടെ പല ഭരണ നിർവഹണ വ്യവസ്ഥിതികളെ നമ്മൾ തദ്ദേശീയമാക്കുന്ന പ്രക്രിയയുടെ ഭാഗമായിട്ട് വനംവകുപ്പും ജനകീയമാവാനായിട്ടുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ ആത്യന്തികമായിട്ട് സംഭവിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞൊരു വിച്ഛേദം, ജനങ്ങളുമായിട്ടുള്ള ചരിത്രപരമായിട്ടുള്ള ഒരു വിച്ഛേദം വനംവകുപ്പിന്റെ പ്രവർത്തനത്തിൽ ആദ്യത്തിൽ നിലനിന്നിട്ടുണ്ട്. അത് അടുത്ത കാലത്താണ് എനിക്ക് തോന്നുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു കഴിഞ്ഞ ഒരു 30-40 വർഷമെങ്കിലും ആയിട്ട് നമ്മൾ അത് വല്ലാതെ മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പങ്കാളിത്ത വനപരിപാലനം എന്ന് തുടങ്ങിയ ആശയങ്ങളിലൂടെ അത് മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷം പോലുള്ള വിഷയങ്ങൾ പോലും ഒരു പക്ഷേ ഈ ഒരു വിച്ഛേദത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഒരു തരം അപരഭാവം, അതായത് ഞാൻ, നിങ്ങൾ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ വനം, അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ മൃഗങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ കൃഷിരീതികൾ എന്നൊക്കെ തുടങ്ങി ഇത്തരത്തിലുള്ള ഒരു ഡ്യുവലിസം, ഒരു അപരഭാവന പലപ്പോഴും ഈ ചിന്തകളിൽ വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ അത് വളരെ ദൗർഭാഗ്യകരമാണ്. അതിനെ പരിഹരിക്കാനുള്ള ശ്രമങ്ങളുമാണ് ഒരു സമൂഹം എന്ന നിലയിലേക്ക് നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം, നമ്മുടെ പരിസ്ഥിതി കാര്യങ്ങളെക്കുറിച്ച്, പാരിസ്ഥിതിക സേവനങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. ഇത് എത്രയോ ഇതിനെ വളരെ ആഴത്തിൽ ജനകീയമായിട്ട് പഠിക്കുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ. ഞാനൊരു കാര്യം മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഇങ്ങോട്ട് പറയാനുള്ളത്. അതായത് ഈ ഒരു വിച്ഛേദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു പക്ഷേ വനവുമായി ബന്ധപ്പെട്ട ഒരു പാരസ്പര്യത്തിൻ്റെ കഥകൾ പലപ്പോഴും നമ്മൾ അണ്ടർമൈൻ ചെയ്യുന്നുണ്ട്, അധികം പറയാറില്ല. നേരെ മറിച്ച് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ചർച്ചകളിൽ കൂടി വരുന്നു എന്നുള്ളൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമുണ്ട്. അതിനെ എങ്ങനെ മറികടക്കുന്നത് മാത്രമാണ്. പണ്ട് വൈലോപ്പിള്ളി ഏതൊരു കവിതയിൽ, കണ്ണീർപ്പാടം എന്നുള്ളൊരു കവിതയിൽ പറഞ്ഞ പോലെ, അങ്ങനെ ഒരു മനസ്ഥിതി നിൽക്കുമ്പോൾ കുഴിച്ചു നാം എന്താ പറയുക, കുഴിച്ചു നാം അനിഷ്ട സ്മൃതികൾ അഴുക്കു പരതിച്ചെന്നെത്തുന്നു നരകത്തിൽ നിന്ന് പറഞ്ഞ പോലെ ആ ഒരു കാഴ്ചപ്പാടി പോകുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു നെഗറ്റീവായിട്ട് മാറിപ്പോകുന്നുള്ളത്. ഞാനൊരു കാര്യം മാത്രം പറയാം. അതായത് നമ്മുടെ ഒരു ശ്രമം എന്ന് വിളിക്കുന്ന ഒരു പാരസ്പര്യത്തിൻ്റെ ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുക, വനവും പ്രകൃതിയും നിലനിൽക്കുന്ന ഒരു ലോകം. ഇപ്പോൾ ഗാന്ധിജിയും കാർൾ മാർക്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ പ്രകൃതിയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന ഒന്നുമല്ല, നമ്മൾ പ്രകൃതിയുടെ ഭാവം തന്നെയാണ്. പക്ഷെ ഈ ഒരു ഭാവന കൊണ്ട് ഇത് മാറുന്നുണ്ട്. ഇന്ന് കേരളത്തിൻ്റെ എന്തുകൊണ്ട് ഇതിൻ്റെ ഒരു പാരിസ്ഥിതിക പ്രശ്നം മാത്രമല്ല, ഒരു വന്യജീവി പ്രശ്നം മാത്രമല്ല നമ്മൾ കൈകാര്യം ചെയ്യുന്നത്, പക്ഷെ കേരളത്തിൻ്റെ വളരെ നിർണായകമായ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ ഒന്നായിട്ട് ഇത് മാറുകയാണ്. അതിന് കാരണം എന്ന് വിളിക്കുന്നത്, നമ്മുടെ കേരളം ഇന്ന് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് അത്യന്തം സങ്കീർണമായ ചില ഒരു ട്രാൻസ്ഫോർമേഷനിലാണ്. ആ സ്റ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല രീതിയിൽ പറയാം, വളരെ ചുരുക്കി. ഒന്ന്, പാരിസ്ഥിതികമായിട്ട് അടുത്തൊരു 25 വർഷത്തെ കേരളം എന്തായിരിക്കുന്നു മാത്രം നമ്മൾ നോക്കിയാൽ മതി. ഒന്നാമതായിട്ട് 2050 സംഭവിക്കാൻ പോകുന്നൊരു കാര്യം പാരിസ്ഥിതികമായിട്ട് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങളാണ്.
ഒന്നൊരു കാർബൺ ഡയോക്സൈഡ് ഫെർട്ടിലൈസേഷൻ എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയ നടക്കുന്നത് കൊണ്ട് തന്നെ കേരളത്തിൽ പച്ചപ്പ് കൂടുന്നൊരവസ്ഥയാണ്. അതേസമയം തന്നെ മഴ ദിനങ്ങൾ കുറഞ്ഞും വരുന്നു. 120 ആയിരുന്ന മഴ ദിനങ്ങൾ ഇന്ന് 80 താഴെയാണ്. അപ്പോൾ ഒരേ സമയം പച്ചപ്പ് കൂടുകയും അതേസമയം വരൾച്ച കൂടുകയും ആർദ്രത കുറയുകയും ചെയ്യുന്ന ഒരു പ്രത്യേക കാലാവസ്ഥ കേരളത്തിലാവുന്നു. രണ്ടാമത് നമ്മുടെ ഡെമോഗ്രഫിയിൽ വരുന്നൊരു വലിയ മാറ്റം. നമ്മുടെ ജനന മരണ നിരക്ക് തുല്യമാവണമെങ്കിൽ ഒരു സ്ത്രീ അവരുടെ പ്രതിപാദന കാലയളവിൽ 2.1 കുട്ടികൾ ഉൽപ്പാദിപ്പിക്കണമെന്നാണ്. ഇന്ന് കേരളത്തിന് നിരക്ക് 1.6 അതായത് വരുത്ത ഒരു 10-15 വർഷത്തിനുള്ളിൽ നമ്മുടെ ജനസംഖ്യ വല്ലാതെ കുറയാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് തന്നെ കേരളത്തിലെ 18% ജനങ്ങൾ ഏതാണ്ട് 60 വയസ്സിന് മേലെയുള്ളവരാണ്. അങ്ങനെ കുറയുന്ന ജനസംഖ്യ കൂടുതലും വയസ്സാവുന്ന 60 വയസ്സിന് മേലെയുള്ള ആളുകൾ എന്നുള്ള ഒരു അവസ്ഥ വരുന്നു. മൂന്നാമത് നമ്മുടെ കുടിയേറ്റത്തിന്റെ പാറ്റേൺ മാറുന്നു. വളരെയധികം കുട്ടികൾ അടക്കമുള്ളവർ നിങ്ങൾക്കറിയാം. നമുക്കറിയാവുന്നതുപോലെ മൈഗ്രേറ്റ് ചെയ്ത് പഠിക്കാൻ മാത്രമൊന്നുമല്ല പലരും പോകുന്നു, പലയിടത്തും തിരിച്ചു വരാതെ സെറ്റിലാവുന്ന ആളുകളുണ്ട്. ഒരു ബ്രെയിൻ ഡ്രെയിൻ്റെ ഇഷ്യൂസ് മാത്രമല്ല, യുവത നമുക്ക് നഷ്ടമാവുന്ന ഒരു പ്രശ്നം കൂടെ സംഭവിക്കുന്നു. ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ടുള്ള വലിയൊരു ട്രാൻസ്ഫോർമേഷൻ കേരളത്തിൽ നടക്കുകയാണ്. അപ്പം ഇതിനകത്ത് ഇപ്പം നമുക്കറിയാം, ലഹരി പോലെ നമ്മളെ സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഭീതിതമാക്കുന്ന സംഭവങ്ങളുണ്ട്. അപ്പം അതുപോലെ ഇന്ന് അടുത്ത കാലത്ത് ആരോ നടത്തിയ ഒരു പഠനത്തിൽ പറയുകയുണ്ടായി, അത്തരത്തിൽ ഒരു പരിധി വരെ ഒരു പക്ഷേ എന്താ പറയുക സമൂഹത്തെ അസ്ഥിരപ്പെടുത്തുന്ന ഈ ലഹരി പോലുള്ള സംഭവങ്ങളുടെ കൂടെ തന്നെ പെടുത്താവുന്ന ഒന്നാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന മനുഷ്യ വന്യജീവി സംഘർഷം. അതുകൊണ്ട് തന്നെയാണ് അതൊരു സാമൂഹ്യ വിഷയമായിട്ട് മാറുന്നത്. അതൊരു ഉദാഹരണം പറഞ്ഞാൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷത്തെ പഠിച്ചിട്ടുള്ളവർ പറയുന്നത് ഇതിന് 3 ലെവലിൽ കാണുമെന്ന് പറയാറുണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. ലെവൽ 1 എന്ന് വിളിക്കുന്നത് ഒരു പാരിസ്ഥിതിക പ്രശ്നമായിട്ട് മാത്രം കാണുമ്പോഴാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഒരു 20-25 വർഷങ്ങൾക്ക് മുമ്പ് വയനാട്ടിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള ആളുകൾ പറയും, അത് ഞങ്ങൾ നെല്ലിട്ടു, ആന വന്ന് കുറച്ച് തിന്നിട്ട് പോയി, അവന് ആവശ്യമുള്ളത് തിന്നിട്ട് പോയി, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, അത് അവൻ്റെ അവകാശമാണെന്ന് പറയുന്ന ഒരു പാരിസ്ഥിതിക വീക്ഷണം ലെവൽ 1 ആണ്. ലെവൽ 2 എന്ന് വിളിക്കുന്നത് ഇതൊരു സാമൂഹ്യ വിഷയമായിട്ട് മാറുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ചെറിയ ഒക്കേഷണൽ ആയിട്ടുള്ള ചെറിയ സമരങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്യും. അത് ഉദാഹരണത്തിന് ഇപ്പോൾ വയനാട് തന്നെ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലൊക്കെ പണ്ട് സ്ഥിരം സംഭവിച്ചുകൊണ്ടിരുന്നതാണ്. ഒരു ചെറിയ റോഡ് ഉപരോധം നടക്കുന്ന ഒരു കാലഘട്ടം. ലെവൽ 3 എന്ന് വിളിക്കുമ്പോൾ ഇത് ഒരു രാഷ്ട്രീയ വിഷയമായിട്ട് മാറും. രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് ഞാൻ പറയുന്ന ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒരു ലെവലിലല്ല, നേരെ മറിച്ച് രാഷ്ട്ര ശരീരത്തെ ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് മാറുകയും ഒരു ഓർഗാനിക് പ്രൊട്ടസ്റ്റ് അതനുസരിച്ചിട്ട് വരണം. ഒരു പക്ഷേ നേതാവൊന്നും ഇല്ലാതെ തന്നെ ആളുകൾ കൂട്ടം ചൂടി പ്രതിഷേധിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവാം. അത് സംഭവിക്കാറുണ്ട്. ഉദാഹരണത്തിന് ഇന്ത്യയിലെ മറ്റ് പല സ്ഥലങ്ങളിലും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ലെവൽ 2-ലൊക്കെയാണ് പലയിടത്തും നിൽക്കുക. ഉദാഹരണത്തിന് ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ ധാരാളം ആനകൾ ആയിട്ട് ഇടപെട്ട് മനുഷ്യർ കൂടുതൽ മരിക്കുന്ന സംസ്ഥാനമുണ്ട്. അവിടെ ഒരു ലെവൽ 2 സാമൂഹ്യ വിഷയമാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനത്ത് കഴിഞ്ഞ മുമ്പത്തെ വർഷം 2023 ഏതാണ്ട് 80 പേരോളമാണ് കടുവ മൂലം ആളുകൾ കൊല്ലപ്പെടുന്ന സംസ്ഥാനത്ത്. അത് ലെവൽ 2 എന്ന് പറയാൻ പറ്റും. പക്ഷെ കേരളത്തിൽ ഈ വിഷയം ഇപ്പോൾ വന്നിരിക്കുന്നത് ഒരു ലെവൽ 3+ ആയിട്ടുണ്ട് നമ്മുടെ ചില സവിശേഷമായ സാഹചര്യങ്ങളിൽ. ഞാനിതിനെ കാണുന്നത് ഇതൊരു രാഷ്ട്രീയ പ്രശ്നം അല്ലെങ്കിൽ സാമൂഹ്യ പ്രശ്നമായിട്ട് നമ്മൾ കാണണം. കാരണം നമ്മൾ നമ്മുടെ നവോത്ഥാനം എന്ന് വിളിക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. കഴിഞ്ഞ ഒരു 100 വർഷം കൊണ്ട് നമ്മൾ ആർജിച്ചെടുത്ത കേരളത്തെ സ്ഥിരപ്പെടുത്തിയൊരു പ്രക്രിയയുണ്ട്. അതിനു മുമ്പ് അത്യന്തം ശ്രേണിബദ്ധമായ രീതിയിൽ ക്രമപ്പെടുത്തിയിരുന്ന ഒരു കേരളത്തിന്റെ സാമൂഹ്യ വ്യവഹാരത്തെ നമ്മൾ സ്ഥിരപ്പെടുത്തിയ ഒരു അപരഭാവനയിൽ അപരോന്മുഖതയിൽ ക്രമപ്പെടുത്തിയ മുൻതൂക്കം കൊടുത്ത് ക്രമപ്പെടുത്തിയ ഒരു കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷമുണ്ട്, സമാധാന അന്തരീക്ഷം. അതിനെ അസ്ഥിരപ്പെടുത്താൻ കൂടി ഇത് വളരുന്നു എന്ന് പറയുന്നതാണ് ഇതിന്റെ എന്നെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്ന ഒരു പ്രശ്നം. ഒരു പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നം മാത്രമായിട്ട് ഇതിനെ നമ്മൾ കാണരുത്. അതാണ് നമ്മുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി. ഇതിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ആളുകൾ എന്ന നിലയ്ക്ക് മാത്രം നിങ്ങളോട് പറയുന്നത് നമ്മളിതിനെ കൗണ്ടർ ചെയ്യണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഇതിന്റെ കണക്കുകളെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ലോജിക്, ഒന്ന് ഈ പറയുന്ന ഒരു സാമൂഹ്യ ബോധത്തിന്റെ ഒരു ആഴത്തിലേക്കുള്ളൊരു തിരിച്ചറിവിലേക്കുള്ളൊരു പോക്കാണ്. രണ്ടാമത് കണക്കുകളെ സംബന്ധിച്ച ഒരു കാര്യമാണ്. അതിൽ നിന്ന് ഉത്ഭവിക്കുന്നുള്ളൂ. എങ്ങനെ ഇതിന് പ്രതിനിധാനം ചെയ്യപ്പെടുന്നു എന്ന് വിളിക്കുന്നത് ഞാൻ പലപ്പോഴും പറയുന്നത്, അതായത് ഡിസഗ്രിഗേറ്റ് ദ ഡാറ്റ. ഇപ്പൊ കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്നിട്ടുള്ള 66 മരണങ്ങളാണ്. നിർഭാഗ്യകരമാണ്. ഒരു മരണം പോലും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവാൻ പാടില്ല. ഒരു ഉറുമ്പിന് പോലും പീഡയരുത് എന്ന് വിശ്വസിച്ച വലിയ മനുഷ്യകളൊക്കെ ജീവിച്ച നാടാണ് നമ്മുടേത്. അപ്പൊ അതുകൊണ്ട് ആരും മരിക്കാൻ പാടില്ല, കുറച്ച് തന്നെ വരണം. പക്ഷെ
അതിനെ നമ്മൾ കൃത്യമായിട്ട് ഒരു പരിഹാര മാർഗം, ആ ലഘൂകരണ മാർഗത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അറിയിക്കുക. നേരത്തെ പറഞ്ഞ പോലെ ഈ കഴിഞ്ഞ വർഷം സംഭവിച്ച മരണത്തിൻ്റെ 66 പേരിൽ 33 പേര് പാമ്പ് പിടിച്ചിട്ടാണ്. അത് 50%, കൃത്യം 50%. അതിന് ഇനി കുറയ്ക്കണമെങ്കിൽ അതിനുള്ള സ്ട്രാറ്റജി നമ്മൾ വേറെയാണ്. വനത്തിന് പുറത്ത് സംഭവിക്കുന്ന മരണങ്ങൾ, നമ്മുടെ ഉപേക്ഷിക്കപ്പെട്ട ഭവനങ്ങൾ, കുടിയേറിപ്പോയ പല പ്രദേശങ്ങളിലും പ്രേതാലയങ്ങളായി മാറിയിരിക്കുന്ന പല പ്രദേശങ്ങളിലും നമുക്കിത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ള സ്ട്രാറ്റജി വേറെയാണ്. അടുത്ത കാലത്ത് കൂടുതൽ സംഭവിക്കുന്നത് ഇപ്പോൾ കടുന്നലെ കൊണ്ടും അല്ലെങ്കിൽ തേനീച്ച മൂലമുള്ള മരണം കൂടുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? അതിനുള്ള സ്ട്രാറ്റജി നമ്മൾ ഈ പറയുന്ന ഒരു രീതിയിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് കണക്കുകളെ, വസ്തുതകളെ വ്യക്തമായിട്ട് നമുക്ക് കൊടുക്കാനും മനസ്സിലാക്കാനും കഴിയുന്ന ഒരു സംവിധാനം കൂടി നമുക്ക് ഇതിൻ്റെ കൂടെ ഉരുത്തിരിഞ്ഞെടുക്കാൻ, അതാണ് കോടതി സാർ നേരത്തെ പറഞ്ഞ പോലുള്ള ഒരു റെഗുലർ ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സംവിധാനം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു സംവിധാനം നമുക്കുണ്ടാക്കുക. രണ്ടാമത് ഒരു കാര്യം കൂടെ മാത്രം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന് തുടക്കം വരുന്നത് ശ്രീ മുകേഷിന്റെ മരണവുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അദ്ദേഹം മരിക്കുമ്പോൾ നിർഭാഗ്യകരമായ സംഭവത്തിൽ അത് വളരെ റിസ്കി ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. കാട്ടിലെ ജോലി പോലെ തന്നെയാണ് കാട്ടിൽ നടത്തുന്ന മാധ്യമ പ്രവർത്തനങ്ങളും. അപ്പോൾ അതിന് എന്താ പറയുക, അതിനൊരു ഒരു ഒരു മാർഗനിർദ്ദേശം എപ്പോഴും നമ്മൾ ആലോചിച്ച് എല്ലാം ഒരു ആന്തരികമായ പ്രക്രിയയിലൂടെ തന്നെ, അല്ലാതെ ഒരു പുറത്തുനിന്ന് ഇമ്പോസ് ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ല. നമ്മൾ സ്വയമേവേ ഉരുത്തിരിഞ്ഞു വരുന്ന, നമ്മളെല്ലാവരും കൂടി ആലോചിച്ചിട്ടൊരു ഉരുത്തിരിച്ചെടുക്കണം എന്നുള്ളൊരു ആശയം കൂടെ വരികയുണ്ടായി. ഈ രണ്ട് പശ്ചാത്തലം വെച്ചിട്ടാണ് നമ്മൾ എല്ലാ ജില്ലയിലും നമ്മൾ എടുക്കുക. അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് സംസ്ഥാന തലത്തിൽ ഒരു ആശയ സമന്വയം എടുക്കാം എന്നുള്ള ഒരു ചിന്ത വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു നമ്മുടെ ഇന്നത്തെ കൂടിച്ചേരൽ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇത്ര മാത്രമേ പറയാനുള്ളൂ, കാരണം കൂടുതൽ നിങ്ങൾക്കാണ് പറയാനുള്ളത്. എല്ലാ ആശംസകളും. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട AVP സർക്കിൾ കൺസർവേറ്റർ ശ്രീ KM ശ്യാമവാണൻ IFS അവർക്ക് ആദരവ്. ഈ ചടങ്ങിൻ്റെ ബഹുമാനായ അധ്യക്ഷൻ ശ്രീ DK വിനോദ് കുമാർ കൺസർവേറ്റർ, ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട പോലീസ് സാർ, ശ്രീ പ്രമോദ് ജി കൃഷ്ണൻ സാർ, സദസ്സിലുള്ള ബഹുമാനായ മാധ്യമ സുഹൃത്തുക്കളെ, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള സുഹൃത്തുക്കൾ, ഇങ്ങനെ ഒരു ശില്പശാല, ഏകദിന ശില്പശാലയിൽ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ കൃത്യമായ വിഷയം ഒരു പക്ഷേ ഇതിൽ വന്നിട്ടുണ്ടോ സംശയം. അപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പൊതുവെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള നിയന്ത്രണം ഏർപ്പെടുത്താനാണോ എന്നൊരു സംശയം മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടായാൽ അതിൽ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഒരു കൃത്യമായിട്ടുള്ളൊരു ഇത് വായിച്ചു കഴിഞ്ഞാൽ എന്താണ് കാര്യം എന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാകും. അപ്പോൾ അതിൻ്റെ എന്താണ് ഈ ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഈ മുൻപ് പ്രസംഗിച്ചവരിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിലെ വനത്തിൻ്റെ ചരിത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാം, 18-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഏതാണ്ട് 75% വനങ്ങളുണ്ടായിരുന്ന സ്ഥലമാണ് കേരളം. അത് കഴിഞ്ഞ് 20-ാം നൂറ്റാണ്ടായപ്പോൾ 50% കുറഞ്ഞു. ഇന്ന് നമ്മൾ പറയുന്നു ഏതാണ്ട് 30%-ഓളം വനങ്ങളുണ്ട്. ഈ 45% വനം എവിടെ പോയി? ഇപ്പോൾ തീർച്ചയായിട്ടും ആ വനം അല്ലെങ്കിൽ ആ വനമേഖല ഇവിടെ തന്നെ ഉണ്ടല്ലോ, അത് പലതായിട്ട് രൂപാന്തരം പ്രവർത്തിച്ചു. അത് സ്വാഭാവികമാണ്. കാരണം ഒരു രാജ്യം വികസിക്കുമ്പോൾ, സംസ്ഥാനം വികസിക്കുമ്പോൾ, ഒരു പ്രദേശം വികസിക്കുമ്പോൾ ഒക്കെ ആദ്യമായിട്ട് ഒരു പക്ഷേ ഈ കോടാലി വീഴുന്നത് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കായിരിക്കും. പ്രത്യേകിച്ചും ഒരു ഓപ്പൺ ട്രഷറി എന്നുള്ള നിലയ്ക്ക് വനത്തിൻ്റെ മേലായിരിക്കും അതിൻ്റെ പ്രഭാവം ആദ്യമായിട്ടുണ്ടാകും. അതിൽ തെറ്റ് പറയാൻ കഴിയില്ല. കാരണം ഇപ്പോൾ 1940-കളിൽ ക്ഷാമം ഉണ്ടായപ്പോൾ കൂടുതൽ ഭക്ഷ്യധാന്യം ഉൽപ്പാദിപ്പിക്കണമായിരുന്നു. അന്ന് നമ്മൾ ഇന്ന് ചരിത്രരേഖകൾ പരിശോധിച്ചാൽ അന്നത്തെ കൺസർവേറ്റർമാർ തന്നെ സർക്കാരിലേക്ക് റിപ്പോർട്ട്, അത് ഒരു പക്ഷേ സർക്കാർ ആവശ്യപ്പെട്ടുകൊണ്ടായിരിക്കും, കൺസർവേറ്റർമാർ തന്നെ അങ്ങോട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന സ്ഥലങ്ങൾ നമ്മൾ വെട്ടിത്തെളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഭക്ഷ്യോൽപാദനത്തിന് കൂടുതൽ ഉപയുക്തമായിട്ടുള്ള പ്രദേശങ്ങളാണ്. അത് അതിൻ്റെ ഫെർട്ടിലിറ്റി കൊണ്ടും മരങ്ങളുടെ കുറവ് കൊണ്ടും ഒക്കെ കൂടുതൽ ഉപയുക്തമായിട്ടുള്ള പ്രദേശങ്ങളാണെന്ന് അങ്ങോട്ട് വനംവകുപ്പിൽ നിന്ന് തന്നെ മുൻപ് റെക്കമെൻഡേഷൻ കൊടുത്തിട്ടുള്ളത് മനസ്സിലാക്കാം. ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഉണ്ടായി. അത് കാരണമാണ് ഇന്ന് നമ്മൾ
ഈ 30% പ്രത്യേകത്തിട്ട് വീണ്ടും നമ്മളതിനെ ദേശീയ വനനയം ഒരു രാജ്യത്തിൻ്റെ 1/3 ഭാഗം വനമാക്കി മാറ്റുക എന്നുള്ളത്. അതായത് നമ്മൾ 3% പിറകിലാണെന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ ആ 3% കൂടി അച്ചീവ് ചെയ്യുക എന്നുള്ള മട്ടിലാണ് നമ്മൾ വീണ്ടും ഈ കുറഞ്ഞ ഇതിൽ നിന്ന് വീണ്ടും മുകളിലേക്കുള്ളത്. അതായത് ഇതെല്ലാം ചാക്രികമാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ആ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് മുൻകാലങ്ങളിൽ ഇല്ലാതായിപ്പോയ വനത്തെ തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം എന്നുള്ള മട്ടിലാണ് വീണ്ടും പ്ലാന്റിങ്ങും മറ്റുമൊക്കെ സോഷ്യൽ ഫോറസ്ട്രി ഇങ്ങനെ പല പല രീതിയിൽ കൂടെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കാട് തിരിച്ചു കൊണ്ടുവരാനെ കൊണ്ടും കഴിയുമോ? ഇല്ല. കാരണം കാട് നശിച്ചാൽ നശിച്ചത് തന്നെയാണ്. നമുക്കൊരു തോട്ടം ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഒരിക്കലും ഒരു കാട് ഉണ്ടാക്കാൻ കഴിയില്ല. കുറേ മരങ്ങൾ വെച്ച് പിടിപ്പിക്കാം. മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് പിന്നെ അതിൽ നമ്മൾ ദൈവവിശ്വാസിയാണെങ്കിൽ ആ ദൈവത്തിൻ്റെ അല്ലെങ്കിൽ പ്രകൃതിയുടെ കയ്യൊപ്പ് കൂടി പറഞ്ഞാൽ മാത്രമേ അതൊരു വനമായിട്ട് മാറൂ. കാരണം വനമാകുമ്പോൾ അവിടെ വെള്ളം വേണം, അരുവികൾ വേണം, പക്ഷിമൃഗാദികൾ വേണം. ഇതൊന്നും ഓട്ടോമാറ്റിക്കായിട്ട് വരില്ല. ഇന്ന് നമ്മൾ ഈ ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മുടെ പട്ടണ പ്രദേശങ്ങളിലൊക്കെ പുലി ഇറങ്ങിയെന്നും മറ്റുമൊക്കെ ഉള്ള വാർത്തകൾ കേൾക്കുന്നു അല്ലേ? ഈ അടുത്ത സമയത്ത് കോന്നി ഡിവിഷൻ്റെ ഒരു ഭാഗത്ത് കടുവ ഇറങ്ങിയെന്ന് പറഞ്ഞിട്ടൊരു വ്യാജ വാർത്ത, അതാണ് വിദേശങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുള്ളൊരു വാർത്ത എടുത്ത് ഒരാൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തതിന് ഉദ്യോഗസ്ഥർ കേസ് കൊടുക്കുകയും ഒരു അറസ്റ്റും മറ്റുമൊക്കെ ഉണ്ടാവുകയും ചെയ്തു. ഈ ഞാനിരുന്ന സമയത്ത്, ഞാൻ അതേ ഡിവിഷനിലുണ്ടായിരുന്ന സമയത്ത് ഇതുപോലുള്ള സംഭവം ഉണ്ടായിരുന്നു. അന്ന് ഇത് വാർത്ത പ്രചരിപ്പിച്ച ആളിനെ കണ്ടെത്തിയിട്ട് ഒരു ചെറിയ തരത്തിലുള്ള ഭീഷണി മുഴക്കേണ്ടി വന്നു. കാര്യം വേറൊന്നുമല്ല, ഇത് ബാധിക്കുന്ന ആരെയാണ്? ഇപ്പോൾ ഇതുപോലൊരു നാട്ടിലില്ലാത്തൊരു കാര്യം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ അത് ബാധിക്കുന്നത് തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങളെയാണ്. അപ്പോൾ ആ ഒരു വ്യാജ വാർത്ത ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ ആത്യന്തികമായിട്ട് അനുഭവിക്കുന്നത് ജനങ്ങളാണ് എന്നുള്ളത് നമ്മളെല്ലാവരും മാധ്യമപ്രവർത്തകനായാലും ശരി, വന ഉദ്യോഗസ്ഥനായാലും ശരി, എല്ലാം ആത്യന്തികമായിട്ട് ജനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഒരു മാധ്യമപ്രവർത്തകരെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് അല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങളുടെ ജോലി എന്താണെന്നുള്ളത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, അത് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ അതിൻ്റെ പല ടെനൻസ് നമ്മൾ കണക്കിലെടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഉദാഹരണമായിട്ട് ഞാൻ ഏതാണ്ട് 34 വർഷത്തോളം വനം വകുപ്പിൽ പൂർത്തിയാക്കുകയാണ്. ഈ 3 ദശകങ്ങളിൽ ഈ രംഗത്തെല്ലാം വന്നിട്ടുള്ള മാറ്റം ഒരുപക്ഷെ എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഈ മാധ്യമപ്രവർത്തകരും വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധം സുഗമമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഈ ആദ്യകാലങ്ങളിൽ, ഞാൻ ഈ 90കളിലേക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ അന്ന് ഇക്കോലോഗ് എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് മാധ്യമപ്രവർത്തകരും വന ഉദ്യോഗസ്ഥരും തമ്മിൽ കാണുകയും ഇതുപോലുള്ള ശില്പശാലകൾ വനപ്രദേശങ്ങളിൽ വെച്ച് നടത്തുകയും ഇടയ്ക്കിടയ്ക്ക് വനപ്രദേശങ്ങൾ സന്ദർശിക്കുകയോ ചെയ്യുന്ന ഒരു റെഗുലർ പ്രോസസ്സ് ഉണ്ടായിരുന്നു. അന്നത്തെ വളരെ വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് അന്നുള്ളത്. പ്രത്യേകിച്ചും അച്ചടി മാധ്യമമോ അല്ലെങ്കിൽ ശ്രാവ്യ മാധ്യമങ്ങളോ അല്ലാതെ ഇന്നത്തെ പോലെ ദൃശ്യമാധ്യമങ്ങൾ അധികം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടമാണ്. അത് തീരെ ഇല്ലാതായി ഞാൻ പറയുന്നില്ല, ഇടയ്ക്കും മറിക്കുമൊക്കെ എല്ലാ സ്ഥലത്തും. പക്ഷെ അതൊരു റെഗുലർ പ്രോസസ് എന്നുള്ള നിലയ്ക്ക് എന്നത് പതുക്കെ ഒരു വെയിനിങ് അതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ആ പ്രോസസ്സ് കുറഞ്ഞു പോയതിൻ്റെ കുറേ പ്രശ്നം കാണുന്നുണ്ട്. വേറൊന്ന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ എല്ലാ സ്ഥലത്തും സാറ് പറഞ്ഞു പ്രൊഫഷണലിസം കുറയുന്നു എന്നുള്ളത്. പ്രൊഫഷണലിസം അത് കുറയും, അത് സ്വാഭാവികമാണ്. ഇന്നത്തെ കാര്യം, ഇന്ന് ഒരു കോമ്പറ്റീഷൻ്റെ ലോകമാണ്. ഇന്നിപ്പോൾ നമ്മൾ വിഷ്വൽ മീഡിയ എടുക്കുകയാണെങ്കിൽ എന്തുമാത്രം ചാനലുകളാണെന്നുള്ളത് അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ടും TRP കൂട്ടിയില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ആരും കാണില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ സ്റ്റോറീസ് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് പെട്ടെന്ന് തന്നെ വേണ്ടി വരുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ കറക്റ്റ്നെസ് ഇല്ലാതാവാനുള്ള സാധ്യത കൂടുതലാണ്. അത് എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥൻ്റെ ഭാഗത്തു നിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ സർക്കാരിലേക്ക് കൊടുക്കുന്ന റിപ്പോർട്ടുകളിൽ അത്തരം തെറ്റുകൾ കടന്നുകൂടാം. മാധ്യമങ്ങളിലാണെന്നുണ്ടെങ്കിൽ ആ തരത്തിലുള്ള ഇൻകറക്റ്റ് ആയിട്ടുള്ള വാർത്തകൾ വരാൻ സാധ്യതയുണ്ട്. അത് സ്വാഭാവികമാണ്. പ്രത്യേകിച്ചും കോമ്പറ്റീഷൻ കൂടെ കൂടി കഴിയുമ്പോൾ ഈ തരത്തിലുള്ള തെറ്റുകൾ കടന്നുകൂടാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇവിടെ നമ്മൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, ഈ ഒരു ശില്പശാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് വനംവകുപ്പിന് അനുകൂലമായിട്ട് മാധ്യമ അഭിപ്രായം സ്വരൂപിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതല്ല. ഇതിൽ കൊടുക്കുന്ന വാർത്തകളിൽ കറക്റ്റ്നെസ് വന്നു കഴിഞ്ഞാൽ തന്നെ
കുറേയധികം വാർത്തകൾ വനം വകുപ്പിന് അനുകൂലമായിട്ട് മാറും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. അതായത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വേണ്ടി ഒന്നും എഴുതണ്ട, എഴുതുന്നത് കൃത്യമാണെങ്കിൽ അത് ഞങ്ങൾക്ക് അനുകൂലമാകും. 1998 കേരള വനം വകുപ്പ് ഈ പങ്കാളിത്ത വനപരിപാലനം എന്നൊരു ആശയം പ്രാവർത്തികമാക്കുന്നത്. പങ്കാളിത്ത വനപരിപാലനം ഒരുപക്ഷെ മാധ്യമങ്ങൾ ഇത് എത്രത്തോളം കണ്ടു എന്നത് ഇപ്പോഴും അവ്യക്തമാണെന്ന് പറയാം. കാരണം ലോകബാങ്ക് സഹായത്തോടെയുള്ള കേരള ഫോറസ്ട്രി പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണ് ഈ 98 ഈ ഒരു ഷിഫ്റ്റ് ഉണ്ടായത്. അതായത് അതുവരെ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തോട്ടങ്ങൾ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള ആ ഒരു രീതിയിൽ നിന്ന് ഇന്ന് ശരിക്കും പറഞ്ഞാൽ നാച്ചുറൽ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് ഏതാണ്ട് പൂർണ്ണമായിട്ട് ഈ പറഞ്ഞ പങ്കാളിത്ത വനപരിപാലന രീതിയിൽ കൂടെയാണ് നടന്നത്. ഇന്നല്ല, വർഷങ്ങൾ കുറേയായി. 98 ശേഷം ഇക്കോ ടൂറിസം നടക്കുന്നത് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഈ പറയുന്ന ജനകീയ കമ്മിറ്റികൾ വഴിയാണ്. പക്ഷേ പണ്ടുണ്ടാക്കിയ ചില ലേബൽസ്, ഉദാഹരണമായിട്ട് കാട്ടുകള്ളൻ അല്ലെങ്കിൽ കാട്ടിലെ തടി, തേവരുടെ ആന, വലിയടാ വലി തുടങ്ങിയ കുറേ ശൈലീബദ്ധമായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നും അതുപോലെ തുടരുന്നു. ഒന്നാമത്തെ കാര്യം, ഈ ഇപ്പോഴത്തെ മാധ്യമപ്രവർത്തകർ കൂടുതലും വനം വകുപ്പിൻ്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല എന്നതാണ് വാസ്തവം. ഞാൻ അതാണ് പറഞ്ഞത്, ആ ഒരു ഡയലോഗിനുള്ള സാധ്യത, പരസ്പരം നമ്മൾ അറിയാനുള്ളൊരു സാധ്യത കുറേ അധികം ഇല്ലാതായി. കാരണം പലതാണ്. ഒന്നാമത്തെ കാര്യം, ഈ പെട്ടെന്ന് കുറേ മാധ്യമപ്രവർത്തകർ 1-2 ഉദ്യോഗസ്ഥരും കൂടെ ഏതെങ്കിലും ഒരു വനപ്രദേശം സന്ദർശിച്ചതുകൊണ്ട് മാത്രം ഈ ഒരു അഭിപ്രായം മാറില്ല. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ഒരു നെടുന്തൂണാണ് പത്രപ്രവർത്തനം എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പത്രപ്രവർത്തകരെന്ന് പറഞ്ഞു. ജനാധിപത്യത്തിന് നമ്മൾ എൻവിസേജ് ചെയ്തിരിക്കുന്നത് 3 പില്ലേഴ്സ് ഉണ്ടെന്നുള്ള മട്ടിൽ, അല്ലേ? പില്ലറാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു മുച്ചക്ര വാഹനമായിട്ടാണ് ജനാധിപത്യത്തിനെ ശരിക്കും വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പില്ലറാകുമ്പോൾ ഒരു സ്റ്റാറ്റിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, അല്ലേ? 3 തൂണ് എന്ന് പറയുമ്പോൾ ഒരു നിശ്ചലമായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം ഒരു മുച്ചക്ര വാഹനം എന്ന് പറയുമ്പോൾ അത് ഓടുന്ന ഒരു സാധനം. ഇപ്പോൾ ജുഡീഷ്യറി, എക്സിക്യൂട്ടീവ്, അതുപോലെ ഉദ്യോഗസ്ഥർ, ലെജിസ്ലേച്ചർ, ഇത് മൂന്നും ഉദാഹരണമായിട്ട് ഒരു ഓട്ടോറിക്ഷ 100 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് ഒരു വളവ് തിരിയാണെന്നുണ്ടെങ്കിലും മറിഞ്ഞു വീഴും, അല്ലേ? അതേസമയം ഒരു കാറാണെന്നുണ്ടെങ്കിൽ കുറെ കൂടി സ്റ്റെബിലിറ്റി ഉണ്ടാകും. തീർച്ചയായിട്ടും ചലിക്കുന്ന ഒരു എൻറ്റിറ്റി ആയിട്ടാണ് ജനാധിപത്യത്തിൻ്റെ ഈ കാലുകളെ അല്ലെങ്കിൽ അതിൻ്റെ ചക്രങ്ങളെ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിലെ 4ാമത്തെ ആ ഒരു ചക്രമാണ്, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരാണ് ഇതിന് സ്റ്റെബിലിറ്റി കൊടുക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വാഹനം നേരെ പോകാനായിട്ടുള്ള ചാലകശക്തി എന്ന് പറയുന്നത് ഈ മാധ്യമപ്രവർത്തകരിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. അത് കുറേ അധികം അങ്ങനെ തന്നെയാണ്. പക്ഷേ ചില സമയത്തെങ്കിലും ഈ ഓരോ മാധ്യമപ്രവർത്തനത്തിനും അതിൻ്റേതായിട്ടുള്ള കമ്പനികളുടെ വാണിജ്യ താല്പര്യങ്ങൾ കുറച്ചൊക്കെ ഉണ്ടാവും. ഉദ്യോഗസ്ഥർ ഈ സർക്കാരിൻ്റെ നയം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനാണെന്ന് പറഞ്ഞ പോലെ മാധ്യമപ്രവർത്തനം കുറച്ചൊക്കെ അതുണ്ടാകും. പക്ഷെ അത് ചില സമയത്ത് ഇത്ര മാത്രമേ ഉള്ളൂ. ജനങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് പറഞ്ഞു വന്നത്. മുൻകാലത്ത് ഈ മനുഷ്യ വന്യജീവി സംഘർഷം ഒരു 15 വർഷം മുമ്പ് കേരളത്തിൽ ഇങ്ങനെ സാധനം കേൾക്കാൻ പോലും ഇല്ലാത്തത് കൊണ്ടല്ല. ഇപ്പം ഇന്ന് ഞാനിപ്പോൾ ജോലി ചെയ്യുന്ന അഗസ്ത്യവനത്തിലെ ട്രൈബൽ സെറ്റിൽമെൻറ്റുകൾ എടുത്താൽ എനിക്കറിയാം 90കൾ മുതലേ അവിടെ പല സെറ്റിൽമെൻറ്റിനകത്തും ആന കയറുന്നുണ്ട്, അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പുറത്തറിയുന്നുണ്ടോ? ഇല്ല. എന്താണ് കാരണം? മെനഞ്ഞാന്ന് നമ്മുടെ ഇവിടെ തന്നെ പേപ്പാറയിൽ കോട്ടൂരിൽ വാലിപ്പാറ എന്ന് പറയുന്ന സെറ്റിൽമെൻറ്റിൽ മെനഞ്ഞാന്ന് തലേന്നാൾ ഉച്ചയ്ക്ക് ആന ഇറങ്ങി കുറച്ച് തെങ്ങും മറ്റുമൊക്കെ നശിപ്പിച്ചു. ഞങ്ങൾ അറിയുന്ന ഇന്നലെ ഉച്ചയോട് കൂടിയാണ്, ഏതാണ്ട് ഒരു 10-12 മണിക്കൂറിന് ശേഷം. എൻ്റെ കാരണം ഇത്രയേ ഉള്ളൂ. അതായത് ഈ വന്യമൃഗങ്ങൾ ഉള്ള ഭാഗങ്ങളിൽ, ലോകത്തുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ സഹജീവനം അല്ലെങ്കിൽ കോ എക്സിസ്റ്റൻസ് ഉള്ള ഒരു ആശയം മാത്രമല്ല, അത് പ്രവർത്തന പഥത്തിലേക്ക് വളരെ മുമ്പ് തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു ലെപ്പാഡിൻ മുംബൈ അല്ലെങ്കിൽ ലെപ്പാഡിൻ ഡൽഹി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നെറ്റിൽ നോക്കുകയാണെങ്കിൽ
ഡൽഹിയിലെയോ അല്ലെങ്കിൽ മുംബൈയിലെയോ തെരുവിൽ കൂടെ യാത്ര സമയത്ത് പുലി പോകുന്നത് കാണാൻ പറ്റിയത് അല്ലേ? അത് തിരുവനന്തപുരത്താണെന്ന് ആലോചിച്ച് നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു ഡയമെൻഷൻ മാറും. കാരണം നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലേ? പക്ഷെ ഇത് ഈ ലോകം മുഴുവൻ ഈ ഇത്തരത്തിലുള്ള വന്യജീവി, ഒന്നാമത്തെ കാര്യം അതിന് പല പല സോഷ്യോ എക്കണോമിക്കൽ ആസ്പെക്റ്റ് കൂടിയുണ്ട്. നമ്മുടെ തോട്ടങ്ങൾ പലതും ഇന്ന് കാട് പിടിച്ച് കിടക്കുകയാണ്. അത് ലേബർ കൂലി കൊണ്ട് കൂടിയതുകൊണ്ട് അല്ലെങ്കിൽ ദുർവഹമായ ചെലവുകൾ കാരണം പല തോട്ടങ്ങളും വനത്തിന് സമാനമായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഒരു ജീവിയെ സംബന്ധിച്ചിടത്തോളം അത് വനമാണോ അതോ തോട്ടമാണോ കാട്ടുംപുറമാണോ എന്നൊന്നും അറിയാൻ പറ്റാത്ത അവസ്ഥ. അത് കാരണം അത് നാട്ടിലേക്ക് വരുന്നതിന് നമുക്ക് കുറ്റം പറയാൻ കഴിയില്ല. മനുഷ്യ വന്യജീവി സംഘർഷം മാത്രമല്ല ഉള്ളത്, മനുഷ്യ സംഘർഷവും വളരെയധികം ശക്തമാണ് അല്ലേ? അത് പല കാരണങ്ങളും കൊണ്ടാണ്. ഒന്ന്, നമ്മുടെ വികസനത്തിന് ഓരോരുത്തർക്കും ഓരോരോ കാഴ്ചപ്പാടുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് വികസന കാഴ്ചപ്പാടുകൾ പരിസ്ഥിതി സംരക്ഷണ കാഴ്ചപ്പാടുകളുമായിട്ടുള്ള ഒരു പാരസ്പര്യം വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ തരത്തിലുള്ള സംഘർഷവും ഉണ്ടാകുന്നുണ്ട്. ഈ ശില്പശാല കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഒറ്റ കാര്യമാണ്. ഒന്ന്, നമ്മൾ തമ്മിൽ ഒരിക്കൽ ഉണ്ടായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാവുന്ന ആ ഒരു സ്നേഹം ഒന്ന് ഊട്ടിയുറപ്പിക്കുക. 2, വാർത്തകൾ വരുന്ന സമയത്ത് കൂടുതൽ കൃത്യത വരുത്താനുള്ള ശ്രമം 2 ഭാഗത്തു നിന്നുണ്ടാകുക. 3, ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് സേഫായിട്ട്, കാരണം നിങ്ങളുടെ സേഫ്റ്റി ഞങ്ങളുടെ കൂടി ഒരു ഉത്തരവാദിത്വമാണ്, കഴിയുന്നത്ര സേഫായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു അവസരം ഒരുങ്ങുകയും അതിനു വേണ്ടിയിട്ടുള്ള കുറേ പ്രോട്ടോകോൾസും മറ്റും നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെയുള്ള ആശയങ്ങൾ കൂടി നേടിയെടുത്തുകൊണ്ട് ഉണ്ടാക്കുക എന്നുമാണ് ഇതുകൊണ്ട് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും എൻ്റെ സ്നേഹാശംസകൾ നൽകി. ഈ ശില്പശാലയ്ക്ക് ആശംസ അറിയിക്കുന്നതിൽ ബഹുമാനപ്പെട്ട മീഡിയ കമ്മിറ്റി അംഗം ശ്രീ SN ജയപ്രകാശ്, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മാതൃഭൂമി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വകുപ്പിലെയും മാധ്യമപ്രവർത്തന രംഗത്തെയും സുഹൃത്തുക്കളെ, ഞാൻ എങ്ങനെയാണ് ഇവിടെ വരാനിടയായ സാഹചര്യം എന്നൊന്ന് വിശദീകരിക്കാം. ഈ വന്യജീവി സംഘർഷം ഇങ്ങനെ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഒരുപാട് തരം വാർത്തകൾ, മിസ്ഇൻഫർമേഷൻ ഒക്കെ വരുന്നുണ്ട് എന്നുള്ള ഒരു ചർച്ച വന്നപ്പോൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാനായിട്ട് ഒരു മാധ്യമ കമ്മിറ്റി ഉണ്ടാക്കാൻ വനം വകുപ്പ് തീരുമാനിക്കും. അപ്പോൾ ഇത്തരം വാർത്തകൾ പതിവായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു എക്സ്പേർട്ട് എന്നുള്ള നിലയ്ക്കല്ല, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്തെ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്കായിരിക്കും എന്നെയും സമീപിച്ചിട്ടുണ്ടാവുക. ഞാനതിന് സമ്മതം അറിയിച്ചത് ഈ പറഞ്ഞ പോലെ വിഷയത്തിൽ വൈദഗ്ധ്യം ഉണ്ടോ ഇതുകൊണ്ടോ അതിനകത്ത് എന്തെങ്കിലും സാങ്കേതികമായ സംഭാവന ചെയ്യാം എന്നുള്ളത് കൊണ്ടോ അല്ല. പകരം എങ്ങനെയാണ് ഒരു എൻഗേജ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു ഡയലോഗ് സാധ്യമാവുക, അതിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊരു ഇടപെടൽ എന്നത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇവിടെ ശ്രീ ശ്യാമോഹൻ പറഞ്ഞതുപോലെ നമ്മൾക്ക് പത്രപ്രവർത്തന രംഗത്ത് വരുമ്പോൾ ഈ ഒരുപാട് തരം ഇത്തരം സന്ദർശനങ്ങൾ, നിരന്തരം വനത്തിലേക്കുള്ള യാത്രകൾ, ഇവരുടെ ശില്പശാലകൾ, അങ്ങനെയൊക്കെയുള്ള നല്ല ഓർമ്മകൾ ഉണ്ട്. അപ്പം അന്ന് ഈ കാടിങ്ങനെ കാണുമ്പോൾ കാടിനെ കുറിച്ച് നമുക്കുണ്ടാകുന്നത് വേറൊരു സങ്കല്പമാണ്, വാർത്ത വായിക്കുമ്പോൾ കിട്ടുന്ന സങ്കല്പമല്ല. അപ്പോൾ ആ കാലം പലയിടത്തുമൊക്കെ നടക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊക്കെ ഇരിക്കട്ടെ, പക്ഷേ ഈ പറഞ്ഞ ഒരു ഈ കാര്യങ്ങളോടുള്ള ഒരു സെൻസിറ്റൈസേഷൻ പത്രപ്രവർത്തകർക്ക് മാത്രമല്ല വനം വകുപ്പിനും അതുപോലെ അതേ അളവിൽ തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം. നമ്മൾ വളരെ കുറച്ചുകൂടി യാഥാർത്ഥ്യബോധത്തോടെ ഈ കാര്യങ്ങളെ കാണേണ്ടി വരും എന്നുള്ളതാണ്. കാരണം നേരത്തെ ഇവിടെ പലരും പറഞ്ഞു ഇന്നത്തെ വാർത്താ സാഹചര്യം മാറി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതെന്തുകൊണ്ടാണെന്നും അറിയാം, ഈ പറയുന്ന താല്പര്യങ്ങൾ 2 ഭാഗത്തും ഉണ്ടെന്നുള്ളത് അറിയാം. പിന്നെ മൃഗമാണോ മനുഷ്യനാണോ ആദ്യം എന്ന് ചോദിച്ചാൽ പുതിയ വാർത്താ സാഹചര്യത്തിൽ മനുഷ്യനാണ് ആദ്യം എന്നുള്ളതും എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇത്തരം യാഥാർത്ഥ്യ ബോധങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ള ഒരു സമീപനമാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അപ്പോൾ ആരെയും ശത്രുപക്ഷത്ത് നിർത്താതെ, ഞാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്റ്റ് അതിന് പാലിക്കേണ്ട ഈ എൻഗേജ്മെൻറ്റ്സിനെ സംബന്ധിച്ച
ഗൈഡ് ലൈൻസ് കേന്ദ്ര സർക്കാർ ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ വായിച്ചു നോക്കുകയായിരുന്നു. അതിൽ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഷയിലാണ് അത് എഴുതിയിരിക്കുന്നത്. എന്തൊക്കെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ എന്തൊക്കെ നമുക്ക് നടപടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലേക്കല്ല ഇപ്പോൾ ഈ മാധ്യമ കമ്മിറ്റിയുടെ ആദ്യത്തെ യോഗത്തിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു അഭിപ്രായം, എന്തൊക്കെ ചെയ്യരുത് എന്നല്ല പറയേണ്ടത്, എന്തൊക്കെ ചെയ്യാം, അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നാണ് പറയേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിലാണ് നമ്മളിതിനെ കാണുന്നത്. അപ്പം ഞാൻ അധികം സംസാരിച്ച് സമയം കളയുന്നില്ല. എല്ലാവരും ഇപ്പം ഞങ്ങൾ തന്നെയാണ് പറഞ്ഞത്, ഇത് ഏതാനും ചിലർ ചേർന്ന് തീരുമാനിക്കേണ്ട ഒരു സംഗതിയല്ല. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാത്തരം ആളുകളെയും അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ മാറിയ വാർത്താ സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ മാത്രമല്ല വാർത്ത ഉണ്ടാക്കുന്നത്. അത് വളരെ ഗുരുതരമായ അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം കൂടിയാണ്. ആർക്കും വാർത്ത ഉണ്ടാക്കാം, അത് പ്രചരിപ്പിക്കാനും പറ്റും. അത്തരം സാഹചര്യങ്ങളെ എങ്ങനെ നേരിടും? ഇപ്പോൾ ഒരു ആക്ഷൻ നടക്കുന്നു, ആ ആക്ഷൻ്റെ സ്ഥലത്തേക്ക് പത്രപ്രവർത്തകരെ എങ്ങനെയൊക്കെ നയിക്കാം, എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകാം, അല്ലെങ്കിൽ എന്തുമാത്രം ഇൻഫർമേഷൻ അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളുണ്ട്. ഈ അടുത്ത കാലത്ത് വന നിയമം പരിഷ്കരിച്ചല്ലോ. അപ്പോൾ ഇതൊന്നും വായിച്ച് മനസ്സിലാക്കണമല്ലോ. ഈ വന നിയമം പരിഷ്കരിച്ചത് ഇത് മറ്റേ ഈ ക്ലോസ് മറ്റേ നെഗറ്റീവായിട്ടല്ല, ഇത് ഡിസ്ക്രിപ്റ്റീവായിട്ടല്ല ഇതൊന്നും ചെയ്യുന്നത്. നിയമങ്ങൾ പരിഷ്കരിക്കുന്നത് ഇന്ന സ്ഥലത്ത് മാറ്റമുണ്ട്, അപ്പുറത്ത് വേറെ സ്ഥലത്ത് മാറ്റമുണ്ട്, പഴയ ആക്ട് റെഫർ ചെയ്യേണ്ടി വരും. ഇതെന്താ സംഗതി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി വളരെ ഒട്ടേറെ ആളുകളെ സമീപിക്കേണ്ടി വന്നു. പൊതുവേ വനം വകുപ്പിലുള്ള ഒരു രീതി എന്ന് പറഞ്ഞാൽ എല്ലാം മന്ത്രി പറയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സമീപനം മാറ്റണം. എന്തൊക്കെ നമുക്ക് പറയാൻ പറ്റുമോ അതിൻ്റെ പരമാവധി നമ്മളോട് പറയാൻ തയ്യാറാകണം. എങ്കിൽ മാത്രമേ ഈ സാഹചര്യങ്ങൾക്കൊരു മാറ്റം വരുള്ളൂ എന്നതാണ്. ബാക്കി എല്ലാവരുടെ അഭിപ്രായങ്ങൾ വരട്ടെ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും എല്ലാ ജില്ലയിൽ നിന്നും കിട്ടുന്ന അഭിപ്രായങ്ങൾ സ്വീകരിച്ച് ഒരു പൊതുവായ സമീപനം ഉണ്ടാക്കുകയും ചെയ്യണം. അത് ഇരുകൂട്ടരും സഹകരണത്തോടെ ഇക്കാര്യം ചെയ്യാൻ പറ്റും എന്നൊരു പ്രതീക്ഷയിൽ നടത്തട്ടെ. കാടുമായിട്ടുള്ള ബന്ധം 63 വർഷമാണ്. കാരണം വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ്റെ മകനായി ജനിച്ചതിനാൽ കുട്ടിക്കാലത്ത് കാട്ടിൽ തന്നെ വളരാനുള്ള ഭാഗ്യം കിട്ടി. ഈ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ഞാൻ അധികം പറയുന്നില്ല. റിപ്പോർട്ടിംഗ് എന്നുള്ള സാധനത്തിൽ നെഗറ്റീവ് മാത്രം വരേണ്ട കാര്യമില്ല, പോസിറ്റീവ് ഉണ്ട്. നെഗറ്റീവായ ഒരു ചിത്രം കാണിച്ചിട്ട് ഇന്നോട് ലോകത്ത് വലിയ മാറ്റമൊന്നും ഉണ്ടായി എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. കത്തിക്കരിയുന്ന ദേഹവുമായി ഓടിയ പെൺകുട്ടിയുടെ പടം നിക്കൂട്ട് എന്ന് പറയുന്ന ഫോട്ടോഗ്രാഫർ എടുത്തിട്ട് അത് കാരണം ലോകത്ത് പിന്നെ യുദ്ധങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. തുടർന്ന് യുദ്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരുന്നു. പലപ്പോഴും നന്മയുടെ അംശം കാണിക്കുമ്പോഴാണ് അത് പ്രത്യേകിച്ച് ഞാൻ ചെയ്യുന്നത് കുട്ടികൾക്കാണ്. ഞാൻ പോയി സ്കൂളിൽ പോയി ക്ലാസ് എടുക്കുന്നത്. 30-40 വയസ്സ് കഴിഞ്ഞ ആൾക്കാരെ മാറ്റാൻ പറ്റില്ല എന്ന് പൂർണ്ണമായിട്ട് അറിയാം. ഈ ചിത്രത്തിലുള്ള സ്ഥലം നിങ്ങൾക്കറിയാമായിരിക്കും. ഇങ്ങനെ ഒരു കേരളമുണ്ട് എന്ന് കാണിച്ചു തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ കാടിൻ്റെ ആവശ്യം എന്നുള്ളത് ആ ഒരു ബോധ്യം. ഇതൊരു വനംവകുപ്പിൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല, നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമുണ്ട്. കേരളത്തിൽ 44 നദികൾ നമ്മുടെ മലമുകളിൽ നിന്നും, ഈ മലമുകളിൽ എല്ലായിടത്തും ഗ്രാസ് ലാൻഡ്സാണ്. ഒരു 20 കൊല്ലം മുമ്പ് വരെ വനംവകുപ്പിൻ്റെ തന്നെ ബോധ്യം ഗ്രാസ് ലാൻഡ്സ് എന്ന് പറഞ്ഞാൽ പാഴായിട്ടുള്ള സ്ഥലങ്ങളായിട്ടാണ്. അതുകൊണ്ട് അവിടെ തോട്ടങ്ങൾ ഉണ്ടാക്കിയിരുന്നു. പിന്നീടാണ് തിരിച്ചറിവ് വരുന്നത്. ഇത് ഇരവികുളം നാഷണൽ പാർക്കിലെ കോടാനുകോടി വരുന്ന ഈ ഗ്രാസിന്റെ ബ്ലേഡിലെ ഒരു ബ്ലേഡിന്റെ ക്ലോസപ്പ് ചിത്രമാണ്. ഒരു നെക്ലസ് പോലെ ഇരിക്കുന്നത്. ഈ കാണുന്ന എല്ലാ രാത്രിയിലും വീഴുന്ന മഞ്ഞിന്റെ കണങ്ങൾ അടുത്ത ദിവസം രാവിലെ ഈ പുല്ലിൽ തങ്ങി നിന്നിട്ട് ഇവിടെ ഉത്ഭവിക്കുന്നതാണ് നമ്മുടെ ഈ 44 നദികൾ. ഈ നദികളുടെ ആവശ്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മളൊരു കാടിൻ്റെ വാല്യൂ ഇടുമ്പോൾ, പണ്ട് കാലത്ത് ടിമ്പറാണ് വാല്യൂ ഇട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മളിടുന്ന വാല്യൂ, അതിൻ്റെ വാല്യൂ ആലോചിച്ച് നോക്കുക. ഒരു കുപ്പി മിനറൽ വാട്ടറിന് 20 രൂപ കൊടുത്ത് മേടിക്കുന്ന നമ്മുടെ ടാപ്പ് തുറക്കുമ്പോഴെല്ലാം വരുന്ന വെള്ളത്തിന് തിരുവനന്തപുരം നഗരം മാത്രം കൊടുക്കേണ്ട വാല്യൂ എത്രയെന്ന് ഈ കാർഡ് പറഞ്ഞു. അതുപോലെയാണ് ഓക്സിജൻ്റെ വില അറിയണമെങ്കിൽ ഒന്ന് കിംസിൽ ICU പോയി കിടന്നാൽ മതി.
അവർ തരുന്ന ബില്ല് നോക്കുമ്പോൾ അറിയാം ഓക്സിജന്റെ വില. ഈ തരത്തിൽ നമുക്ക് എന്തുമാത്രം പ്രാധാന്യം ഈ പ്രകൃതി നമുക്ക് തരുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചിത്രങ്ങൾ, കാരണം പ്രധാനമായിട്ടും ചർച്ചയാണ് പ്രധാനം, അതുകൊണ്ട് അതിലേക്ക് മാത്രം ഞാനിന്ന് പോവുകയാണ്. ഇത് മൂന്നാറിൻ്റെ ഒരു പഴയ ചിത്രമാണ്. നമ്മുടെ ചരിത്രം അറിഞ്ഞ് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. ഇന്നത്തെ നമ്മൾ റിപ്പോർട്ടിംഗ് വരുമ്പോഴും ഇതിലൊരു ചരിത്രമുണ്ട്. വെറും 100 കൊല്ലം മുമ്പ് നമ്മുടെ ഭൂമി എങ്ങനെയായിരുന്നു എന്ന് ആദ്യം ഒന്ന് ആലോചിക്കണം. എത്രമാത്രം ഓക്സിജൻ കാണും. കാരണം ഫോസിൽ ഫ്യൂൽസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് എത്രമാത്രം ഓക്സിജൻ റിച്ച് ആയിരിക്കും നമ്മുടെ ഭൂമി. കഴിഞ്ഞ 100 കൊല്ലം കൊണ്ടുള്ള മാറ്റം. ഇത് മൂന്നാറിലെ തോട്ടമുണ്ടാക്കുകയും തോട്ടത്തോടൊപ്പം ആ തേയില പ്രൊഡ്യൂസ് കൊണ്ടുപോകാൻ വേണ്ടി റെയിൽവേ ട്രാക്ക് ഇട്ടിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ റെയിൽവേ എഞ്ചിനാണ് ആ കാണുന്ന പുറയിൽ. അവരുടെ വെസ്റ്റേൺ കൾച്ചറിന്റെ ഭാഗമായിട്ട് ഇന്നും പോയാൽ നമ്മുടെ ഹൈറേഞ്ച് ക്ലബിൽ പോയാൽ ഇതേ മുറി ഇതേപോലെ കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ എക്സ്പ്ലോയിറ്റേഷന്റെ ഒരു ഭീകരാവസ്ഥയുടെ ദുരന്തം അനുഭവിക്കുന്ന പ്രകൃതി ജീവികളാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് താടിക്കണ്ണൻ എന്നൊരു പേര് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അറിയാം. താടിക്കണ്ണൻ എന്ന് പറയുന്ന പെരിയാറിലുണ്ടായിരുന്ന ഒരു വാച്ചറാണ്. ഒരുപക്ഷെ ഏറ്റവും നല്ല വനംവകുപ്പ് വാച്ചർക്കുള്ള അവാർഡ് കിട്ടിയിട്ടുള്ള ഒരു വ്യക്തി. പ്രിൻസ് ചാൾസ് 2017 കേരളത്തിൽ വന്നപ്പോൾ കാണാൻ ആഗ്രഹിച്ച 4 പേരിൽ ഒരാൾ താടിക്കണ്ണനായിരുന്നു. ഒപ്പം ഉണ്ടായിരുന്നത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന വാവാ സുരേഷ്, സൈലന്റ് വാലിയിലെ മാരി, പിന്നെ നമ്മുടെ കൂന്തകുളം പക്ഷിസഖ്യത്തിലെ പാൽപ്പാണ്ടി. ഈ 4 പേരെ പരിചയപ്പെടുത്താനുള്ള ഭാഗ്യം എനിക്ക് കിട്ടി. ചാൾസ് രാജകുമാരൻ കണ്ണനോട് ഒരു ചോദ്യം ചോദിച്ചു. കണ്ണൻ, വൈ ഡു എലിഫൻസ് എൻക്രോച്ച് ഫാം ലാൻഡ്? ഞാനത് പരിഭാഷപ്പെടുത്തി കൊടുത്തു. കണ്ണൻ, എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിൽ കയറുന്നത്? കണ്ണൻ ഒരു സെക്കൻഡ് പോലും മറുപടി പറയാൻ ആലോചിച്ചില്ല. ആന എവിടെയാണ് സാറേ തോട്ടത്തിൽ കയറുന്നത്? ആന പോകുന്ന വഴിക്ക് നമ്മൾ തോട്ടങ്ങൾ കൊണ്ടുവച്ച ആന പിന്നെ എന്ത് ചെയ്യും? അപ്പൊ ഈ ഒരു ബോധ്യത്തിൽ നിന്ന് വേണം നമ്മൾ ഇന്നത്തെ എല്ലാ കോൺഫ്ലിക്റ്റുകളെയും കാണാൻ. നമ്മൾ എപ്പോഴും പറയും ഇത്ര മൃഗങ്ങൾ വന്ന് ഇത്ര മനുഷ്യരെ കൊന്നു എന്ന് പറയും. പക്ഷെ ഓരോ കൊല്ലവും നമ്മളെപ്പോലെ സാധാരണക്കാര് അറിഞ്ഞോ അറിയാതെയോ നശിപ്പിക്കുന്ന എത്ര ജീവികളുണ്ടെന്നുള്ളത് ഓർക്കാനും കൂടിയാണ് ഞാൻ ഈ സമയത്ത്. ഇത് നീൽഗിരി വൈറ്റ് എന്ന് പറയുന്ന ഒരു കൊച്ചു പക്ഷിയുടെ കൂടാണ്. ഇത് കൂട് വെച്ചിരിക്കുന്ന എവിടെയെന്നറിയാമോ? ആ ചെടി എന്നറിയാമോ? ഇത് തേയിലയാണ്. ഈ തേയിലത്തോട്ടത്തിനടിയിൽ അത്രയും ഹാബിറ്റാറ്റ് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ നിവൃത്തികേട് കൊണ്ട് ഒരു തേയിലത്തോട്ടത്തിൽ ഇത് കൂട് വയ്ക്കുമ്പോൾ ഇതിന്റെ മുകളിൽ കൂടെ പെസ്റ്റിസൈഡ് അടിക്കുക, വീഡിസൈഡ് അടിക്കുന്നുണ്ട്. എത്ര ജീവികളാണ് നമ്മുടെ വലിയ വലിയ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഇതിനടിയിൽ നഷ്ടപ്പെട്ടു പോകുന്നതെന്നും കൂടെ ഓർക്കാനും കൂടിയാണ് ഞാൻ ഈ ചിത്രങ്ങൾ കാണിക്കുന്നത്. ഇതിവിടെ മാത്രമല്ല, ലോകം മൊത്തമുള്ള ദുരന്തമാണ്. ഈ ചിത്രം കാണുന്നത് ഇത് അന്റാർട്ടിക്കയാണ്. അവിടെയും ഉണ്ടായിരുന്നു നമ്മുടെ മനുഷ്യന്റെ എൻക്രോച്ച്മെന്റ്, മരവെട്ട്, എക്സ്റ്റൻസീവ് ഫിഷിങ്, പലതരത്തിലുള്ള പ്രോബ്ലം. ഇതിനേക്കാളും ഏറ്റവും പ്രധാനം നമ്മൾ ഓരോരുത്തരും കൊല്ലുന്ന പറയും കൂടി റോഡ് കിൽ എന്ന് പറയും. രാവിലെ വണ്ടി ഓടിച്ച് പോകുമ്പോൾ നമ്മളൊരു ഓത്തിന്റെ പുറത്തൂടെ കയറി പോകും. നമ്മൾ വണ്ടി നിർത്താറില്ല. ഓരോ വർഷവും 10,000 ചെറിയ ജീവികളെ നമ്മൾ നിസാരമായി കൊന്നുകളയാറുണ്ട്. അപ്പൊ ഇതിന് മറുവശത്താണ് നമ്മൾ പറയുന്നത് ഈ 23 മനുഷ്യരെ വന്യമൃഗങ്ങൾ കൊന്നു എന്ന് പറയുമ്പോൾ ഏതാണ്ട് 4,000-6,000 മനുഷ്യർ ഓരോ വർഷവും റോഡ് ആക്സിഡന്റിൽ മരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഈ വലിയ പ്രശ്നങ്ങളും ബഹളങ്ങളും ഒന്നും നമ്മൾ കാണിക്കാറില്ല. ഇതൊരു പക്ഷെ ഒരു എക്സാജറേഷൻ എന്തുകൊണ്ട് വരുന്നു എന്നുള്ളത് നമ്മളിന്ന് ചർച്ചയിലൂടെ നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഈ യാഥാർത്ഥ്യങ്ങളുടെ കുറച്ച് ചിത്രം. ഇലക്ട്രിക് ലൈൻസ് വരുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് നമ്മൾ നോക്കിക്കോളൂ. ഈ കാണുന്ന ഓരോ ചിത്രവും നമുക്കറിയാം. നമ്മൾ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ. ഇത് മൂന്നാർ ടൗണിന് അടുത്തുള്ള മൂന്നാറിന്റെ വേസ്റ്റ് കുറച്ചു കാലം മുമ്പ് കളഞ്ഞിരുന്നൊരു ചിത്രമാണ്. ഇതും 2004 ഒരുപക്ഷെ അവസാനമായി വനംവകുപ്പിന്റെ ശ്രദ്ധയിൽ വന്ന ഒരു വലിയ വേട്ടയുടെ, ഒരു ആനവേട്ടയുടെ ചിത്രമാണ്. ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഇതൊക്കെ ഞാൻ പാസ് ചെയ്തു പോവാണ്, കാരണം ഡിസ്കഷനിലാണ് പ്രധാനപ്പെട്ട ടോപ്പിക് എന്നുള്ളത്. ഈ ടോപ്പിക്കുകൾ നമ്മുടെ മുമ്പിൽ നമ്മൾ ഓർക്കണം. ഏറ്റവും വലിയ ഒരു കോൺഫ്ലിക്റ്റ് പറയുന്നത് സാധാരണഗതിയിൽ മാൻ എലിഫന്റ് കോൺഫ്ലിക്റ്റ് ആണ്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടാണ് ആനകൾ തോട്ടത്തിലേക്ക് ഇറങ്ങുന്നത്? ഏറ്റവും പൂവറായിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റം ഉള്ള ഒരു മൃഗമാണ് ആന. 18 മണിക്കൂറോളം അതിന് ഭക്ഷണം തേടണം കാട്ടിൽ. ഭക്ഷണം അവിടെ നിരത്തി വെച്ചിരിക്കുകയല്ല.
പല സ്ഥലത്തായിട്ട് നടന്ന്, അത് മിക്കവാറും ഇതിനൊക്കെ വേണ്ടത് പുല്ലാണ്, ഗ്രാസ്. മരത്തിൽ നിന്ന് ആനയ്ക്കൊന്നും കിട്ടില്ല, മറ്റു മൃഗങ്ങൾക്കൊന്നും കിട്ടില്ല. തറയിലുള്ള പുല്ലുണ്ടെങ്കിലേ മൃഗങ്ങൾക്ക്, എസ്പെഷ്യലി ഹെർബിവോസിന് ഭക്ഷണമുള്ളൂ. പക്ഷെ ആ പുല്ലുകൾ ഇല്ലാതായാൽ, അവിടെ ഇൻവേസീവ് സ്പീഷീസ് വന്നാൽ, സെന്ന പോലത്തെ ചെടികൾ വന്നാലോ കാട്ടുതീ വന്നാലോ, ഇതൊന്നും കൂടാതെ മുല്ലപ്പെരിയാർ ഡാമിന്റെ അളവ് 142 അടിയായി സുപ്രീം കോടതി തീരുമാനിക്കുമ്പോഴും നമ്മൾ അറിഞ്ഞോ അറിയാതെ കുറേ മൃഗങ്ങളെ പട്ടിണിക്കിടും. പെരിയാറ് പോയിട്ടുള്ളവർക്കറിയാം, ഈ വെള്ളം കുറഞ്ഞ് 110 അടിയാകുമ്പോൾ ഒരുപാട് തുരുത്തുകൾ ഫോം ചെയ്യും. ഈ തുരുത്തുകളിലാണ് ഏറ്റവും ന്യൂട്രീറ്റീവ് ആയിട്ടുള്ള പുല്ല് വരുന്നത്. അതിന്റെ ഭക്ഷണം ഇല്ലാതായി പോകും. അപ്പൊ കാട്ടിൽ ഭക്ഷണം ഇല്ലാതാകുമ്പോൾ ഈ മൃഗങ്ങൾ പലതും പുറത്തേക്ക് ഇറങ്ങും. പുറത്തിറങ്ങുമ്പോൾ കാണുന്നതാണ് നമ്മളൊരു ബഫേ കൗണ്ടർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. കരിമ്പിൻ തോട്ടം, നെൽകൃഷി, ബഫേ കൗണ്ടറാണ്. 18 മണിക്കൂർ അവിടെ തിരയുന്നതിന് പകരം ഒരു ഒറ്റ സ്ഥലത്ത് 1 ഏക്കറിൽ അതിനു വേണ്ട എല്ലാ ഭക്ഷണവും നമ്മൾ നിരത്തി വെച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിനൊന്നും വൺ സൊല്യൂഷൻ ഫോർ ഓൾ ഇല്ല. ഓരോ സ്ഥലത്തുമുള്ള പ്രശ്നങ്ങൾക്ക് അതാത് സ്ഥലത്ത് വേണ്ട പുതിയ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിൽ ഈ പരിഹാരം എന്താണെന്ന് ലോകത്തെ അറിയിക്കുന്ന പണിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വളരെ ക്രൂരമായിട്ടുള്ള ഒരുപാട് ചിത്രങ്ങൾ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ പാലക്കാട് എല്ലാ കൊല്ലവും ഒരു 4-5 ആന തീവണ്ടി കൂട്ടി മരിക്കാറുണ്ട്. ഇതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. പിന്നെ ചെയ്യുന്ന ക്രൂരത, മനുഷ്യന്റെ ക്രൂരത പലപ്പോഴും ചെയ്യുന്നത്, വയനാട്ടിൽ ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ആന തോട്ടത്തിൽ കയറി കഴിഞ്ഞാൽ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ടയറ് കത്തിച്ചെറിയും. ഈ കത്തി വരുന്ന ഈ ടയറ് ഉരുകി വന്ന് ആനയുടെ ദേഹത്ത് പിടിക്കും. അത് വേദന കൊണ്ട് പൊളഞ്ഞു ഓടും. അങ്ങനെ ഒരു ആന അടുത്ത ദിവസം ഒരു മനുഷ്യനെ കണ്ടാൽ അത് കൊല്ലുമോ അതോ സ്നേഹത്തോടെ നിൽക്കുമോ? അപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ റിസൾട്ടാണ് നമ്മൾ അനുഭവിക്കുന്നത്. അതിനെ ഒരു മൃഗങ്ങൾ ക്രൂരമാണെന്നും മനുഷ്യർ നല്ലതാണെന്നും ഉള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രം കണ്ടാൽ പോരാ. അവർ ഗതികേട് കൊണ്ട് നാട്ടിലിറങ്ങുന്നതാണ്. അല്ലെങ്കിൽ ഒരു മൃഗത്തിനും മനുഷ്യന് ഇഷ്ടമല്ല, അത് ഒഴിഞ്ഞു പോകാനേ ശ്രമിക്കുള്ളൂ. ഞാൻ കൂടുതൽ പറയുന്നില്ല, കാരണം എക്സ്റ്റിങ്ഷന്റെ ഒരു കഥ മാത്രം പറഞ്ഞിട്ട്, മൃഗങ്ങളെ കൊല്ലാൻ എളുപ്പമാണ്, പക്ഷെ മൃഗങ്ങളെ കൊന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് ഏറ്റവും വലിയ എക്സാമ്പിളാണ് യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്ക്. സായിപ്പിന്റെ ഫാമിങ്ങിന് ഏറ്റവും വലിയ ശത്രുവായിട്ട് സായിപ്പ് കണ്ടത് ഉൾഫിനെയാണ്. കാരണം അമേരിക്കയിലുള്ള ഏറ്റവും വലിയ പ്രൊഡേറ്റർ ഉൾഫിന്റെ പാക്ക് ഓഫ് ഉൾസാണ്. എല്ലാത്തിനെയും വെടിവെച്ച് കൊന്നു യെല്ലോസ്റ്റോണിൽ. അത് കഴിഞ്ഞപ്പോൾ സംഭവിച്ചത്, വെറും 30 കൊല്ലം കൊണ്ട് യെല്ലോസ്റ്റോൺ ഒരു മരുഭൂമിയായിട്ട് മാറി. അതിന് കാരണം എന്ന് പറഞ്ഞാൽ, പ്രൊഡേറ്റർ ഇല്ലെങ്കിൽ പ്രേ ബേസ് കൂടും. അവിടെ ഉണ്ടായിരുന്ന മാനുകൾ, എൽക്കുകൾ, പ്രോങ് ഹോൺ ആന്റിലോപ്പ്, ബൈസൺ ഉൾപ്പെടെ എല്ലാ മൃഗങ്ങളും അതിന് എതിരാളികളില്ലാത്തതിനാൽ പെരുകി വലിയ കൂട്ടമായി. ഇവരെന്ത് ചെയ്യും? ഒരു വിത്ത് തറയിൽ വീണ് മുളയ്ക്കുന്ന നിമിഷം അത് തിന്നു തീർക്കും. ഒരു ചെടി പോലെ രണ്ടാമത് റീജനറേറ്റ് ചെയ്യാനായി. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ തിരിച്ചറിഞ്ഞിട്ട് അവർ തന്നെ രണ്ടാമത് കാനഡയിൽ നിന്നും ഒരു 14 ഉൾഫുകളുടെ ഒരു പാക്കിനെ യെല്ലോസ്റ്റോണിൽ റീഇൻട്രൊഡ്യൂസ് ചെയ്തു. 20 കൊല്ലം കൊണ്ട് യെല്ലോസ്റ്റോൺ തിരിച്ചു വന്നു. അപ്പോൾ ഒരു മൃഗത്തിനെ നമ്മൾ നശിപ്പിക്കാം എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കുന്ന ദുരന്തം നമ്മൾ വിചാരിച്ചാൽ തീരുന്നതല്ല. കാരണം ഇത് ചെയിനാണ്. ഈ ചെയിനിന്റെ ഏത് കണ്ണി നമ്മൾ മുറിച്ചാലും അതൊരു ദുരന്തമായി മാറും. അതൊന്ന് ഓർമ്മിപ്പിക്കുക മാത്രമേ ഉള്ളൂ. എനിക്ക് ഞാൻ സാധാരണ ക്ലാസ് ഇത് എടുക്കുമ്പോൾ എനിക്ക് 2-3 മണിക്കൂർ വേണം. ഇന്ന് അതിനേക്കാളും പ്രധാനം നിങ്ങളുടെ ഫീഡ്ബാക്ക് ആയതുകൊണ്ട് ഞാൻ അധികം ചിത്രങ്ങളൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഇത്രയും പറഞ്ഞു നിർത്തുന്നു. ഓർക്കുക, ഞാൻ എൻ്റെ കാര്യം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഞാൻ സ്വാർത്ഥനാണ്. എൻ്റെ മക്കൾക്ക് കൂടെ ജീവിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മിടുക്കനാണ്. എൻ്റെ ചെറുമക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുന്നവനാണെങ്കിൽ ഞാൻ വളരെ ഉത്തരവാദപ്പെട്ട ഒരുത്തരാണ്. 10 തലമുറയ്ക്ക് അപ്പുറം സംസാരിക്കുന്നെങ്കിൽ ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ്. താങ്ക് യു. നമ്മുടെ ഈ വനം റിസർവ്ഡ് ഫോറസ്റ്റ് പേരിൽ തന്നെ ഉണ്ട്. പണ്ട് കാലം മുതൽ, രാജാവിന്റെ കാലം മുതൽ, നമ്മുടെ കേരള തിരുവിതാംകൂറിന്റെ കാര്യം എടുത്ത രാജാവിന്റെ കാലം മുതൽ കുറച്ച് ഏരിയ പ്രത്യേകമായിട്ടൊക്കെ മാറ്റി ഒഴിച്ചിടപ്പെട്ട സ്ഥലം റിസർവ്ഡ് ഫോറസ്റ്റ്. ഈ റിസർവ് ഫോറസ്റ്റിൽ പിന്നെയും കുറച്ചുകൂടെ പ്രൊട്ടക്ഷൻ വേണ്ടുന്ന സ്ഥലങ്ങളെ നമ്മൾ പിന്നീട് ഈ പറഞ്ഞ നാഷണൽ പാർക്കോ സാഞ്ചുറിയൊക്കെ മാറ്റി. ഇവിടെ ഇത് നിയന്ത്രിക്കപ്പെടുന്ന നിയമങ്ങളൊക്കെ കേരള വന നിയമം, പിന്നൊന്ന് വന്യജീവി സംരക്ഷണ നിയമം. ഈ നിയമത്തിൽ
നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ, വനത്തിനുള്ളിലേക്ക് അതിക്രമിച്ച് കിടക്കുക, ട്രസ് പാസ് എന്ന വാക്ക്, അതായത് അനുവാദമില്ലാതെ കിടക്കുന്നത് കുറ്റകരമാണ്. ഇനി അത് എങ്ങനെ അനുവാദത്തോടു കൂടിയാവും? അത്രേ ഉള്ളൂ, പ്രശ്നം ചെയ്ത് രാജേഷ് ചോദിച്ച പോയിന്റ് ഇത്രേ ഉള്ളൂ. എങ്ങനെ വനം എന്ന് പറയുന്ന സാധനം കൃത്യമായ അതിർത്തികളുണ്ട്. വനത്തിന് അതിർത്തിയുണ്ട്, സ്കെച്ചുണ്ട്. ആ വനത്തിനുള്ളിലേക്ക് അനധികൃതമായി കിടക്കുന്നത് കുറ്റകരമാണ്. ഞാൻ വീണ്ടും പറഞ്ഞ വാക്ക് ആവർത്തിക്കുന്നു, അനധികൃതമായി. ഒന്ന് ചോദിച്ചിട്ട് പോയാൽ അധികൃതമായി. ഇപ്പൊ റിസർവ് വനത്തിൽ കടക്കാനായിട്ട് ഒരാൾക്ക് അനുവാദം തരാനുള്ള അധികാരം DFO മുതൽ മുകളിലേക്ക് മുകളിൽ DFOക്ക് അനുവാദം തരാം. നമ്മളൊരു നിയമം പറയുമ്പോൾ ആ നിയമത്തിൽ എപ്പോഴും കണ്ടീഷൻ ഉണ്ടാവും. നേരത്തെ പറഞ്ഞ പോലെ വനത്തിനുള്ളിൽ അതിക്രമിച്ച് കിടക്കുന്നത് കുറ്റകരമാണ്. അതിക്രമിച്ച് കിടക്കുന്നതാണ് കുറ്റകരം. അനുവാദം വാങ്ങിയിട്ട് കുറ്റമില്ല. വാർത്തയ്ക്ക് വേണ്ടി ആരെയാണ് ധരിക്കുന്നത്? ഇത് എന്താ മറച്ചു വയ്ക്കുക? ഇടുക്കിയുടെ സംസ്ഥാനത്തെ ഏക വോട്ടർവർഗ പഞ്ചായത്താണ് ഇടമലക്കുടിയിലെ പണ്ട് കാലത്ത് അവിടെ നടക്കുന്ന ശരിക്കും ഹ്യൂമൻ ആനിമൽ കോൺഫ്ലിക്ട് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പുറത്താണ്. എന്നാൽ ഇപ്പോൾ അവിടെ അകത്ത് കയറുന്ന വനം വകുപ്പിന്റെ പെർമിഷൻ അവർ മുൻകൂറായിട്ട് അടിമാലി ശരിക്കും പറഞ്ഞ റേഞ്ച് ഓഫീസറാണെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് ഇത് കൊടുത്ത് അദ്ദേഹം പരിശോധിച്ചതിന് ശേഷം മാത്രമേ കടത്തിവിടുള്ളൂ. അവിടെ നടക്കുന്ന കാര്യങ്ങൾ കണ്ടെത്തുന്ന ജോലി തന്നെയാണ് നമുക്ക്. അപ്പോൾ ഈ അപേക്ഷ നോക്കിയിട്ട് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, ഇത് റിജക്ട് ചെയ്യാൻ പറയാം. അങ്ങനെ വരില്ല. നോർമലി മീഡിയ പേഴ്സൺസിന് അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ. വനംവകുപ്പിൽ ഞാൻ 20 വർഷം സർവീസ് ആയ ആളാണ്. ഈ പറഞ്ഞ സ്ഥലത്ത് മൂന്നാറും ഞാൻ ജോലി ചെയ്തത്. ഞാനിപ്പോ മൂന്നാർ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നു. അപ്പൊ ഇതിനകത്ത് രണ്ട് കാര്യങ്ങൾ. ഇപ്പൊ ഈ ഇടമലക്കുടിയുടെ കാര്യം പറഞ്ഞു. ഇപ്പൊ ആദിവാസി ഊരുകളിൽ പോകണം എന്നിരിക്കും, അവിടെയും നമ്മൾ പറഞ്ഞൊരു ഡ്യുവൽ കൺട്രോൾ വരും. അവിടെ ചെല്ലുന്ന കാര്യങ്ങൾക്ക് അവരുടെ പെർമിഷൻ വേണ്ട. ഒരാളുടെ കാര്യം എടുക്കാൻ പോകുമ്പോൾ അതിന് ഉത്തരവാദിത്തപ്പെട്ട ഡിപ്പാർട്ട്മെന്റ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പെർമിഷൻ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ വനം വകുപ്പിന്റെ പെർമിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞത് തന്നെ വരുന്നു, ആ ഇരിക്കുന്ന സ്ഥലം റിസർവ് ഫോറസ്റ്റ് ആണ്. ഇടമലക്കുടി എന്ന് പറയുന്നത് ആനമല റിസർവ് ഫോറസ്റ്റ് ആണ്. അവിടെ പോകുന്നതിനാണ് ഈ പെർമിഷൻ ചോദിക്കുന്നത്. പെർമിഷൻ ചോദിക്കുന്നത് ഒന്നുമില്ലെങ്കിൽ ആരാണ് കയറി പോകുന്നത് അറിയണ്ടേ? എന്തെങ്കിലും ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ നേരത്തെ പറഞ്ഞാൽ നേരെ തിരിഞ്ഞു വരില്ലേ? വനം വകുപ്പ് വേണ്ട നടപടി എടുത്തില്ല എന്നല്ലേ പറയുള്ളൂ. അത്രേ ഉള്ളൂ. അല്ല അതിനകത്ത് നിബന്ധനയാണ്. ഈ കേസ് എന്ന് പറഞ്ഞാൽ ഇത് സാർ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇതിനൊരു എന്താ പറയുക, നേരത്തെ പറഞ്ഞു നിങ്ങളിപ്പോ പറഞ്ഞു തന്നെ പോയത് ആരെ ചോദിക്കണം, ആരോട് ചോദിക്കണം, ഗൈഡ്ലൈൻ ഉണ്ടാക്കണം. ഇനി നേരത്തെ മാഡം പറഞ്ഞതിനകത്ത് വാട്സപ്പ് കൂട്ടായ്മയുടെ കാര്യമൊക്കെ പറഞ്ഞു. തിരുവനന്തപുരം ജില്ലയിൽ നേരത്തെ പറഞ്ഞ അങ്ങനെ തീവ്രമായൊരു പ്രശ്നം ഇല്ല. കാരണം മൂന്നാറിന് വന്നുകൊണ്ട് ഞാൻ പറയുന്നത്, മൂന്നാറിലൊക്കെ നമുക്കിതിന് 2-3 തലത്തിലാണ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, ഈ അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ ചേർത്തിട്ട് എല്ലാവരുടെയും നമ്പർ വെച്ചിട്ട് നമുക്കൊരു SMS അലർട്ട് സിസ്റ്റം. SMS അലർട്ട് എന്ന് പറഞ്ഞാൽ നേരത്തെ ഇവിടെ സാറ് പറഞ്ഞ പോലെ വാൾപ്പാറയിലുള്ള മോഡലിൽ മൂന്നാറിലുണ്ട്. ചെയ്യുന്ന എല്ലാ ദിവസവും രാവിലെ ആനയുടെ ലൊക്കേഷൻ നമുക്കറിയാം, നമുക്ക് കിട്ടും. അത് വെച്ചിട്ട് ഈ പറഞ്ഞ ബൾക്കായിട്ട് SMS പോകും. 8000 നമ്പറിലേക്ക് SMS പോകും. ആ SMS മലയാളത്തിലുണ്ടാവും, തമിഴിലുണ്ടാവും, ഇംഗ്ലീഷിലുണ്ടാവും. ഇന്ന സ്ഥലത്ത് ആന നിൽപ്പുണ്ട്, ആ വഴി പോകുന്നവർ സൂക്ഷിക്കുക. എന്നിട്ട് ഇത് നമ്മൾ ആദ്യകാലത്ത് ഇംപ്ലിമെന്റ് ചെയ്തപ്പോൾ ഒരു ഐഡിയയും കൂടെ ചെയ്തിരുന്നു. നിങ്ങൾ പലർക്കും ഓർമ്മ ഉണ്ടാവും, പലരും റിപ്പോർട്ട് ചെയ്തവരാണ്. ഇപ്പോൾ ഒരു ഏരിയയിൽ ആന നിൽക്കുകയാണെങ്കിൽ അവിടെ നമ്മളൊരു ലൈറ്റ് വെച്ചിട്ടുണ്ട്, റെഡ് ലൈറ്റ്. ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും. ഇപ്പോൾ നെയ്മക്കാട് എന്ന് പറഞ്ഞ അവിടെ ഒരു സ്ഥലമാണ്. അവിടെ ഈ ചുവന്ന ലൈറ്റ് ഉയരമുള്ള സ്ഥലത്ത് ഇപ്പോൾ കത്തിക്കിടന്നാൽ അതിനടുത്ത് അവിടെ ആനയുണ്ടെന്നാണ്. ഇത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ നാട്ടുകാർ തല്ലി തീർത്തതാണ്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ ഭാഗത്ത് സ്ഥലത്തിന് വില കുറഞ്ഞു, കാരണം ആനയുള്ള സ്ഥലമാണ്, ലൈറ്റ് ഇട്ട് വെക്കുന്ന സ്ഥലമാണ്. 2, അവിടെ നിന്ന് ആർക്കും പെണ്ണ് കിട്ടാതെ കല്യാണം കഴിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെ അവര് തന്നെ അത് നശിപ്പിച്ചോളാം. അപ്പൊ SMS അലർട്ട് ഉണ്ട്. ദെൻ ഈ ലൈറ്റ് സിസ്റ്റം ഇപ്പൊ ഇല്ല, പക്ഷെ വാൾപ്പാറയിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട്. ദെൻ രണ്ടാമത് ചെയ്തതാണ് ഈ വാട്സപ്പ് കൂട്ടായ്മ. വാട്സപ്പിലെ ഈ മൂന്നാർ പോലുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ഇപ്പോൾ കണ്ണൻദേവൻ കമ്പനിയുടെ സ്ഥലമാണ് കൂടുതൽ, അവരുടെ അധീനതയിലുള്ള സ്ഥലം. അപ്പൊ അവിടുത്തെ വർക്കേഴ്സ്, മാനേജേഴ്സ്, നമ്മുടെ ഫോറസ്റ്റിലെ സ്റ്റാഫ് എല്ലാവരും ചേർന്ന് പ്രാദേശികമായിട്ട് അവിടെ 36 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഓരോ സെക്കൻഡിൽ അത് വോയിസ് മെസ്സേജ് മാത്രമേ ഉള്ളൂ. പടയപ്പ അങ്ക നിൽക്കുക എന്നത് അത് കറക്റ്റാ വരും. അത് ആൾക്കാർ ഇപ്പം നിങ്ങൾ നോക്കിയത് ഈ കഴിഞ്ഞ ഒരു വർഷത്തിനിടയ്ക്ക് മൂന്നാറിൽ ഡെത്ത് ഒന്നും ഉണ്ടായിട്ടില്ല. അത് കൃത്യമായിട്ട് അത് മോണിറ്റർ ചെയ്യുന്നത്. അപ്പൊ പക്ഷെ ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ ഭാഗ്യവശാൽ നമുക്ക് അത്രയും പ്രശ്നങ്ങളില്ല.
ഈ പ്രശ്നങ്ങളുള്ള സ്ഥലങ്ങളുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞല്ലോ മാധ്യമ പ്രവർത്തകരും നമ്മൾ തമ്മിലുള്ള കൂട്ടായ്മ. ഞാനിവിടെ പാലോട് റേഞ്ച് ഓഫീസറായിട്ട് ജോലി ചെയ്തിട്ടുണ്ട് 2013 മുതൽ 16 വരെ. അന്ന് ആ സമയത്തൊക്കെ മനോരമയിലെ സാജനാണെന്ന് തോന്നുന്നു ഒരു ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു. ആ ഗ്രൂപ്പിനകത്തൊക്കെ എന്നെ ചേർത്തിട്ടുണ്ട്. വനംവകുപ്പിന്റെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് വരുവാണ് കൃത്യമായിട്ട്. അത് സ്പോട്ടിൽ നമ്മൾ ചെയ്യുമായിരുന്നു. ഇപ്പോഴും നമുക്ക് അതിനൊന്നും വൈകിട്ടൊന്നുമില്ല. നമ്മൾ അതിനാണല്ലോ ഇരിക്കുന്നത്. നമ്മൾ ഇപ്പൊ പരസ്പരം കുറ്റപ്പെടുത്താനല്ല, നമുക്ക് എങ്ങനെ ശരിയാക്കാൻ നോക്കാനാണ് ഇരിക്കുന്നത്. അപ്പൊ അതിലേക്കുള്ള സാറ് പറഞ്ഞ പോലെ സജഷൻസ് കൂടെ വരണമെന്നുള്ള അഭ്യർത്ഥന കൂടി. താങ്ക് യു. പ്രമോദ് കൃഷ്ണൻ സാർ, അതോടൊപ്പം ഈ ചർച്ച നയിച്ച ബഹുമാനപ്പെട്ട ശ്യാം മോഹൻലാൽ സാർ, വേദിയിലും സഹസ്രീടിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, ഏറെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഈ വിഷയം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അങ്ങനെ നമുക്കൊരു തീവ്രത അനുഭവപ്പെടാത്തൊരു വിഷയമായതുകൊണ്ടായിരിക്കാം ചർച്ചയിൽ നമ്മൾ പൂർണ്ണമായിട്ടും നമ്മളതിനൊരു സൊല്യൂഷൻസിലേക്ക് എത്തിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു തുടർന്ന് വരുന്ന ജില്ലകളിൽ ഇപ്പോൾ ഇടുക്കിയിലോ പാലക്കാടോ മലപ്പുറത്തോ കണ്ണൂരോ ഒക്കെ ചെന്നാൽ നമ്മൾ സൊല്യൂഷൻ പാർട്ടിലേക്ക് കുറെ കൂടെ എത്തും. അപ്പൊ ഇത് സ്റ്റേറ്റ് മൊത്തം 14 ജില്ലകളിൽ ഇത്തരത്തിലുള്ള ഒരു ഇന്ററാക്ഷൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇന്നിപ്പോൾ ആൾറെഡി ഇവിടെ ശ്രീ റഹീം സാറൊക്കെ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ ശ്രീ ജയപ്രകാശ് സാർ പറഞ്ഞതുപോലെ, ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് കഴിയുമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് ഇരുന്നാൽ ഈ ഗ്രൂപ്പിന് തന്നെ ഇനിയിപ്പോൾ അത് പെട്ടെന്ന് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ഒരു ഓൺലൈൻ മീറ്റിംഗ് ആക്കാം. എന്നിട്ടായാലും ഒന്നുകൂടെ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടെ നന്നായിരിക്കുന്ന ഒരു അഭിപ്രായമുണ്ട്. അപ്പൊ ഇന്നിവിടെ ഈ ചടങ്ങിന് നന്ദി പറയുക എന്നതാണ് എന്റെ കർത്തവ്യം. ഇന്നിവിടെ ഉദ്ഘാടന സെഷനിൽ അധ്യക്ഷനായ ശ്രീ വിനോദ് കുമാർ സാറിനും, ഇന്നിവിടെ ഈ ശില്പശാല ഉദ്ഘാടനം ചെയ്ത ഡോക്ടർ പി പുകഴേന്തി സാറിനും, പിന്നെ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് കൃഷ്ണൻ സാറിനും, ഇവിടെ ഈ സെഷൻ നയിച്ച ശ്യാം മോഹൻലാൽ സാറിനും, ഇവിടെ സന്നിഹിതനായിരിക്കുന്ന സോഷ്യൽ ഫോറസ്ട്രി കൺസർവേറ്റർ സുനിൽ ബാബു സാറിനും, പിന്നെ ഇന്ന് ഈ സെഷൻ നമ്മുടെ ഈ ചർച്ച നയിച്ച പ്രിയപ്പെട്ട ബാലേട്ടൻ, ഒപ്പം തന്നെ ശ്രീ റഹീം സാർ, ശ്രീ ജയപ്രകാശ് സാർ, ഒപ്പം തന്നെ ഈ ചർച്ചയിൽ സജീവമായി പങ്കെടുത്ത പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, എന്റെ സഹപ്രവർത്തകർ, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.